തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക. നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല, ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. എന്റെ ഈ ജീവൻ വെച്ച് നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. സത്യമായും ഇത് പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചനയോ മാധ്യമങ്ങളുടെ മുറുമുറുപ്പോ അല്ല. ഒന്നാം നമ്പർ കേരളത്തിന്റെ എണ്ണം പറഞ്ഞ മെഡിക്കൽ കോളേജുകളിൽ ഒന്നിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ നെഞ്ചുപൊട്ടി മരിച്ചൊരു മനുഷ്യന്റെ മരണമൊഴിയാണ്. മരിച്ചുപോയവർക്ക് നമുക്കാകെ നൽകാൻ കഴിയുന്നത് നീതിയാണ് എന്നിരിക്കെ എന്തു മറുപടിയുണ്ട് നമുക്കിതിന്? പോയ കാലങ്ങളിൽ കിഫ്ബി വഴിയും അല്ലാതെയും മെഡിക്കൽ കോളേജിൽ അട്ടിവെച്ച കോടികളുടെ കണക്കാണ് മറുപടിയെങ്കിൽ അത് കേട്ടാശ്വസിക്കാൻ അയാൾ ജീവനോടെയില്ല. ആരോഗ്യമന്ത്രി അവരെ ഈ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം തേടിയ റിപ്പോർട്ടുകളുടെയും കിട്ടിയ റിപ്പോർട്ടുകളുടെയും ഒരു സമാഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അത് മൂല്യങ്ങൾ വരും. സത്യത്തിൽ ആരോഗ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കരുത്, അവർ സ്വയം രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. മെഡിക്കൽ കോളേജിന്റെ വാർഡിൽ ഒന്ന് കയറി നോക്കിയാൽ തീരുന്ന അഹങ്കാരമേ ഒരു മനുഷ്യൻ ഒരു ആയുഷ്കാലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ. നരകമാണത്. എണീറ്റു നിൽക്കാൻ ത്രാണിയില്ലാത്ത മനുഷ്യൻ വെറും നിലത്ത് പായോ തുണിയോ വിരിച്ചു കിടക്കുന്നത്, വേദനകൾക്കിടയിൽ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ കഴിയാതെ ഒറ്റ ബെഡ് 2 പേർ പങ്കുവെക്കുന്നത്, അപകടമോ ആപത്തോ ഉണ്ടാകുമ്പോൾ വാരിയെടുത്തു കൊണ്ടുപോയാൽ ആദ്യ പിടിച്ച് കാത്തു നിൽക്കേണ്ടി വരുന്നത്, കോടികളുടെ ഇട്ടുമൂടലിൽ കാണാതെ പോകുന്ന നേട്ടങ്ങൾ ഇങ്ങനെയുമുണ്ട്. കേരളത്തിൽ സർക്കാർ ആരോഗ്യ മേഖലയെ ആക്രമിക്കുന്നവർക്ക് ചിലർ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ആക്രമിക്കുന്നവർക്ക് അവർക്ക് നിശ്ചിതമായിട്ടുള്ള അജണ്ടകളുണ്ട്. ആസൂത്രിതമായിട്ടുള്ള അങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് മുന്നിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു പോകില്ല. പൊതുസമൂഹം നമ്മുടെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കും. ആളുകൾ കൂടുതൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കും. അവിടെ പിടിക്കണം എന്ന് ഈ അന്താരാഷ്ട്ര ഭീമന്മാർ കാണുകയാണ്. അതിനായി വിലക്കെടുക്കേണ്ടവരെയൊക്കെ അവർ വിലക്കെടുക്കും. ഈ കേരളത്തിലെ മികവാർന്ന ആരോഗ്യ രംഗത്തെ താറടിക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമാണ്. ലോകം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലേക്ക് ഉറ്റുനോക്കുന്നു എന്ന അഭിമാന പ്രസ്താവനകളാണ് നമ്മൾ കേട്ടത്. ലോകം ഉറ്റുനോക്കണമെന്നില്ല. ചികിത്സ തേടിയെത്തുന്നവരെ നായയെ നോക്കുന്നത് പോലെ നോക്കാതിരുന്നാൽ മതി. എന്നു മാറും ഈ സിസ്റ്റം. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ മരിച്ചുപോയ കൊല്ലം പന്മന സ്വദേശിയായ വേണുവിന്റെ ഭാര്യ സിന്ധു നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരും. HDS അംഗം ശ്രീ അഞ്ചൽ ജോബ്, CPM-ൽ നിന്ന് ശ്രീ AK ഷാനിബ്, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് വസന്ത് സിരേഖ് എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ചേരുക. ശ്രീമതി സിന്ധു, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ഒരു മർഡർ ഉണ്ടായി, ഒരു കൊലപാതകമുണ്ടായി, അല്ലെങ്കിൽ കൊന്നുകളഞ്ഞതാണ് എന്ന തരത്തിലാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഇല്ലാതെ പോകുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഉള്ള വികാര നിർഭരമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. ഞാൻ അങ്ങയുടെയും അങ്ങയുടെ കുടുംബത്തിൻ്റെയും നഷ്ടത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് 6 ദിവസം നിങ്ങൾ ആവശ്യപ്പെട്ട ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിട്ടാതെ പോയത് എന്നാണ് കുടുംബം മനസ്സിലാക്കുന്നത്? പരാതി എന്താണ്? പരാതി എന്ന് പറയുമ്പോൾ നമ്മൾ കൊല്ലത്തുനിന്ന് നമ്മളെ ട്രിവാൻഡ്രത്തേക്ക് റെഫർ ചെയ്യുന്നത് എമർജൻസി ആൻജിയോഗ്രാമിന് വേണ്ടിയിട്ടാണ്. അവർ ആ എമർജൻസി ആൻജിയോഗ്രാമും ചെയ്തിട്ടില്ല, അതുപോലെ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള എക്കോയും ചെയ്തിട്ടില്ല. അല്ലാതെ രക്തത്തിൻ്റെ ഇത് ബ്ലോക്ക് മാറ്റാനുള്ള മരുന്ന് എക്കോസ്പെറിൻ കൊടുത്തിട്ടോ BP-യുടെ ടാബ്ലറ്റൊക്കെ വേണമെങ്കിൽ ഓൾറെഡി കഴിക്കുന്ന ടാബ്ലറ്റ്സ് ആണ്. അത് സ്ഥിരമായിട്ട് കൊടുക്കാതെ എനിക്ക് എൻ്റെ വീട്ടിലിരുത്തിയാൽ പോരായിരുന്നു. അവരതല്ലല്ലോ ചെയ്തത്. ആൻജിയോഗ്രാമോ എക്കോ എടുക്കേണ്ട സമയത്ത് അത് ചെയ്യാതെ ഈ മരുന്ന് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ലല്ലോ. ഈ 6 ദിവസത്തിനിടയിൽ ഒരു തവണ പോലും ഇങ്ങനൊരു പരാതി പരിഗണിച്ചേയില്ലേ? പരിഗണിച്ചില്ല. കാരണം മൺഡേ വന്ന് ഡോക്ടർ പറഞ്ഞു വെനസ്ഡേയിൽ ആൻജിയോഗ്രാം ചെയ്യാം. അതേപോലെ ചൊവ്വാഴ്ചയും വന്നിട്ട് പറഞ്ഞു നാളെ ചെയ്യാം, ഇന്ന് വൈകിട്ട് എക്കോ എടുക്കാം. എന്നിട്ട് അവർ പറഞ്ഞ വാക്ക് അവർ പാലിച്ചില്ല. എക്കോയും എടുത്തില്ല, ആൻജിയോഗ്രാമും ചെയ്തില്ല. അവർ തന്ന മരുന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എക്കോസ്പെറിൻ എടുത്തു, അതേപോലെ BP-യുടെ ടാബ്ലറ്റും ഷുഗറിൻ്റെ ടാബ്ലറ്റും ഒക്കെയാണ് തന്നത്.
പിന്നെ അതേപോലെ നേരത്തെ ഡോക്ടർ പറയുന്നത് കേട്ടു, ഞങ്ങൾ കൊണ്ടുപോകാൻ വൈകി 24 മണിക്കൂർ കഴിഞ്ഞു എന്ന് പറഞ്ഞു. രാത്രി 2 മണിക്കാണ് ചെറുതായിട്ട് ഒരു നെഞ്ചുവേദന, ചെറിയൊരു നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റാക്കാണെന്ന് അറിയുന്നില്ല. ചെറിയ രീതിയിൽ വളരെ ഉറുമ്പ് കടിക്കുന്ന ഒരു രീതിയിലുള്ള വേദനയായിരുന്നു. അത് നമ്മൾ തിരിഞ്ഞു വന്നപ്പോൾ ആ വേദന മാറുകയും ചെയ്തു. അതിൻ്റെതായ ഒരു സിംറ്റംസ് നമ്മൾ കണ്ടില്ല. എന്നിട്ടും ഞാൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതേപോലെ അത് കഴിഞ്ഞു CHCയിൽ കൊണ്ടുപോയി അടുത്തുള്ള. അത് കഴിഞ്ഞിട്ട് കൊല്ലത്ത് കൊണ്ടുപോയി. ഈ കൊല്ലത്ത് കൊണ്ടുപോയെങ്കിലും അവർ അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടായിരിക്കും ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വിട്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രോപ്പായി നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കയ്യിലാണ് ഒരു കുന്ന് ഗുളികകൾ തന്നത്. ഒരു 2-3 വലിയ ഗുളികയും പിന്നെ പൊടി ഗുളികൾ ഒരു കുന്ന്. അവർ ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ടാണ് വിട്ടത്. അത് 24 മണിക്കൂറിനകം സംഭവിച്ച സംഭവങ്ങളാണ് ഇതെല്ലാം. എന്നിട്ട് ഞാൻ വാർഡ് 28 ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നത് 8:30 മണിക്കാണ് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നത്. 24 hours എന്ന് പറയുമ്പം അന്ന് രാത്രി 2 മണിയാകുമ്പോൾ 24 മണിക്കൂർ ആകുന്നുള്ളൂ. എന്നിട്ടും അവിടുത്തെ സൂപ്രണ്ട് പറയുന്നു 2 മണിക്കൂർ കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ ക്രിയാറ്റിൻ്റെ ലെവൽ കൂടിയതുകൊണ്ടാണ് ആൻജിയോഗ്രാം ചെയ്യാത്തത് എന്ന് പറഞ്ഞു. ക്രിയാറ്റിൻ്റെ ലെവൽ ആ ബ്ലഡിൻ്റെ റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട്. ക്രിയാറ്റിൻ്റെ ലെവൽ 1.6 ആയിരുന്നു. ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു നേഴ്സിനെ വിട്ട് ഞാൻ അന്വേഷിച്ചപ്പോഴേ, ഇവിടെ വീട്ടിൽ വന്ന ഒരു നേഴ്സിനെ കൊണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഈ 1.6 കൂടുതലല്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അല്ല, ഇനി എങ്ങനെയാണെങ്കിലും ഇപ്പോ ക്രിയാറ്റിൻ ലെവൽ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നായാലും ചികിത്സ ലഭ്യമാക്കാൻ അല്ലെങ്കിൽ താമസിച്ചുവെങ്കിലും ഇതൊക്കെ നിങ്ങളോടാണല്ലോ പറയേണ്ടത്. നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് നാളെ ചെയ്യാം, ഇന്ന് വൈകുന്നേരം എക്കോ എടുക്കാം എന്നുള്ളതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാതെ ഈ പറയുന്ന സാങ്കേതിക പ്രശ്നങ്ങളൊന്നും അതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. ബുധനാഴ്ച പേഷ്യൻസ് അപ്പോയിന്റഡ് പേഷ്യൻസ് വന്നപ്പം ഞങ്ങളോട് പറഞ്ഞു അച്ഛൻ ഓക്കെയാണ് എന്നാ പറഞ്ഞത്. അല്ലാതെ ക്രിയാറ്റിന്റെ ലെവൽ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ക്രിയാറ്റിന്റെ ലെവൽ അവിടെ ഇല്ല. 1.6 ഉള്ളൂ ലിവർ. ഞാൻ നോക്കി, കാരണം ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഞാൻ ബ്ലഡ് റിസൾട്ട് എടുത്ത് നോക്കി. അതിൽ 1.6 മാത്രമേ ഉള്ളൂ. 1.6 കൂടുതലല്ല. അത് ഏതൊരു ഡോക്ടർക്കും അറിയാവുന്നതാണ്, നഴ്സുമാർക്കും അറിയാം. ഞാനത് അന്വേഷിച്ചു, ഞാനത് അറിയുകയും ചെയ്തു. ഈ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ വീഴ്ച പറ്റിയിട്ടില്ല എന്ന് ബുധനാഴ്ച വീഴ്ച പറ്റിയിട്ടില്ല എന്ന് അധികൃതർ ഇപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? കേട്ടില്ല. ഹലോ, വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആശുപത്രി സൂപ്രണ്ട് അടക്കം ഇപ്പോൾ പറയുന്നത്. അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നാണ്? ഇപ്പോ 6 ദിവസമായിട്ട് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് അടിയന്തര ചികിത്സ റഫർ ചെയ്ത് പറഞ്ഞു വിട്ടതാണല്ലോ. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അവരുടെ ഭാഗം ന്യായീകരിക്കുകയാണ്. കാരണം അവർ നോക്കിയപ്പോഴും അവർ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് ഇല്ല അവർക്ക് എൻ്റെ കയ്യിൽ. അതുകൊണ്ടാണ് അവർ പറയുന്നത് അവർക്ക് വീണ്ടും മാറ്റി പറയാം എന്തും. ഞാൻ അനുഭവസ്ഥയാണ്. കാരണം എനിക്കാണ് നഷ്ടങ്ങൾ സംഭവിച്ചത്. 100% ഞാൻ ഉറപ്പായിട്ട് പറയുന്നു ഇതാണ് സംഭവിച്ചത്. കാരണം ബെനർജി ആൻജിയോഗ്രാം ഇല്ലെന്ന് പറഞ്ഞപ്പോഴും ഹസ്ബൻഡ് ചോദിക്കുന്നു എന്തുകൊണ്ട് ആൻജിയോഗ്രാം ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓൾറെഡി അപ്പോയിൻമെന്റ് പേഷ്യൻസ് ഉണ്ട്. അന്നേരം അച്ഛനിപ്പോൾ ഓക്കെയാണ്, നമുക്ക് വേണമെങ്കിൽ ഫ്രൈഡേ ചെയ്യാം, 5 ദിവസത്തെ ഗുളിക കഴിച്ചിട്ട് വെള്ളിയാഴ്ച ചെയ്യാമെന്ന് പറയുന്നു. അന്നേരം ചോദിച്ചു വെള്ളിയാഴ്ച പേഷ്യൻസ് ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് എക്കോ എടുത്തിട്ട് നമുക്ക് പിന്നെ ഒരു ഡേറ്റ് തരാം. യഥാർത്ഥത്തിൽ ആൻജിയോഗ്രാം എടുക്കാനല്ലേ അവിടെ ചെന്നത്. ആൻജിയോഗ്രാം എടുത്തെങ്കിലേ എൻ്റെ ഹസ്ബൻഡിൻ്റെ എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്ന് അറിയാൻ പറ്റൂ. ഒരു മരുന്ന് ഈ BP ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചാൽ ഒരിക്കലും അറിയാൻ പറ്റില്ല. അവർ വേണ്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്തിട്ടില്ല. 100% അത് ഉറപ്പാണ്. ശരി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓഡിയോ സന്ദേശം വേണു അയക്കാൻ തയ്യാറായത്? ഈ ഓഡിയോ സംഭാഷണം ഞാൻ കേട്ടിട്ടില്ലായിരുന്നു ഇത് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇല്ലാത്ത സമയത്ത് ചെയ്ത സംഭവമാണിത്. കാരണം അവിടുത്തെ അനാസ്ഥ തന്നെയാണ്. കാരണം നമ്മളൊരു സിസ്റ്ററെ വിളിച്ചാലും അവരൊരിക്കലും നമ്മൾ എന്ത് ചോദിച്ചാലും അവിടെ ജോലി ചെയ്യുന്ന ഓരോ ഒറ്റ വ്യക്തികൾ, കാരണം ഇങ്ങേ തലത്തിൽ സ്വീപ്പർ മുതൽ അങ്ങേ അറ്റത്ത് നേഴ്സായാലും ഡോക്ടേഴ്സ് ആയാലും അവർ ചെവി കൊള്ളാറില്ല. നമ്മളെന്താണ്, നമ്മളുടെ കയ്യിലൊരു ഡ്രിപ്പുണ്ട്, അത് തീർന്നെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് അവിടെ ഓഫ് ചെയ്ത് വെക്കും, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം എന്നാ പറയുന്നത്. അല്ലാതെ അവർ ആ സമയത്തൊന്നും ചെയ്യാറില്ല. അവരെല്ലാം മൊത്തത്തിൽ ഒരു വണ്ടിയിൽ ഒരു ഉരുട്ടിക്കൊണ്ട് മരുന്ന് വരും, മൊത്തത്തിൽ കൊടുത്തിട്ട് അങ്ങ് പോകും. പിന്നെ കിട്ടിയോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കാറേ ഇല്ല. ഈ ആകെ അഴിമതിയാണ് എന്ന് പറയാൻ ഡോക്ടറോട് തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ കേസ് ഷീറ്റിൽ പറയൂ ഹലോ പറയൂ കേൾക്കുന്നുണ്ട് ഞാൻ. ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, തലവേദനയാണെന്ന് പറഞ്ഞ് അടുത്ത് നിന്ന് ഒരു ഡോക്ടറോട് നമ്മൾ കേസ് ഷീറ്റ് കൊടുത്തപ്പോൾ പുള്ളിയുടെ അസുഖം എന്താണെന്നല്ല നോക്കിയത്, പുള്ളിയുടെ പേരെന്താണെന്നാണ് നോക്കിയത്, ഏത് ബെഡാണ് അത് നോക്കിയിട്ട് ആ ഡോക്ടർ പറയുവാണ്
ഞാൻ നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ അല്ല. നിങ്ങളെ ഏത് ഡോക്ടറാണോ കൺസൾട്ട് ചെയ്യുന്നത് ആ ഡോക്ടറെ കാണുക. ഒരു മെഡിക്കൽ MBBS പഠിക്കുന്ന ഒരു ഡോക്ടർക്ക് അറിയാം ഒരു തലവേദന വന്നാൽ ഏത് ടാബ്ലറ്റ് കൊടുക്കാം. കാരണം നമ്മുടെ വീട്ടിലാണ് നമ്മളൊരു തലവേദന വന്നാൽ ഏത് ഗുളിക കഴിക്കുന്നത്, ഒരു പാരസെറ്റമോൾ, അതുപോലും എഴുതി തരാൻ സമയമില്ലാത്തവരാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ 2 പേഷ്യൻസ് ഉള്ള ആ 2 പേഷ്യൻസിന് നോക്കാവൂ എന്ന നിയമമൊന്നുമില്ലല്ലോ അവിടെ. ഈ ആകെ അഴിമതിയാണ് എന്ന് പറയാൻ അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? ഇതൊക്കെ തന്നെ കാരണം എന്ന് വെച്ചാൽ ആൻജിയോഗ്രാം ചെയ്തില്ല, എക്കോ ചെയ്തില്ല. ഇതെല്ലാം സമയത്ത് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് ഈ നഷ്ടം ഉണ്ടാവത്തില്ലായിരുന്നു, എൻ്റെ മക്കൾക്ക് ഈ ഒരു നഷ്ടം ഉണ്ടാകത്തില്ലായിരുന്നു. പിന്നെ അവരുടെ ഭാഗം വാദിക്കാൻ വേണ്ടി പറയുമ്പോൾ അവർ തന്നിരിക്കുന്ന റിപ്പോർട്ട്സ് കറക്റ്റ് ആണോ എന്ന് വ്യക്തമാക്കിയിട്ട് വേണം പറയാൻ. കാരണം ക്രിയാറ്റിൻ്റെ അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്, ബ്ലഡ് റിസൾട്ടും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് പറയുമ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം പറയാൻ. ക്രിയാറ്റിൻ്റെ അളവായാലും പിന്നെ എന്തുകൊണ്ട് ആൻജിയോഗ്രാം ചെയ്തില്ല എന്നുള്ളത് അവർ വേണം പറയാൻ. അല്ലാതെ ക്രിയാറ്റിൻ കൂടിയതുകൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിൻ ഒരിക്കലും കൂടിയിട്ടില്ല അവിടെ. ശരി, നമ്മൾ റെഫർ ചെയ്തത് എമർജൻസി ആൻജിയോഗ്രാമിന് വേണ്ടിയിട്ടാണ് അവിടെ റെഫർ ചെയ്തത്. ശരി, ഞാൻ എങ്കിലേക്ക് വരാം. ശ്രീമതി സിന്ധു. ശ്രീ അഞ്ചൽ ജോബ്, ഇപ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് താൻ ഇല്ലാതെയായി പോകുമെന്നൊരു ഭയപ്പാടുണ്ട് എന്നുള്ളത് ഓഡിയോ ശബ്ദം കേൾക്കുമ്പോൾ, ഓഡിയോ സന്ദേശം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിലും ഈ വിവരങ്ങൾ പുറത്തു വരണം, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടായത് എന്നുള്ളത്, എന്താണ് ഇവിടെ അനുഭവിച്ചത് എന്നുള്ളത് പുറത്തു വരണം എന്നുള്ളത് കൊണ്ടാണല്ലോ അത്തരത്തിലൊരു ഓഡിയോ സന്ദേശം അയക്കുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും നിസ്സഹായമായ അവസ്ഥയിലേക്ക് പോയൊരു മനുഷ്യൻ്റെ കാര്യമാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥർ, അവിടുത്തെ ജീവനക്കാർ, അത് ഇങ്ങേയറ്റം അറ്റൻഡർ മുതൽ അങ്ങേയറ്റം ഡോക്ടർ വരെ ഒരു പ്രശ്നം വരുമ്പോൾ അത് കേട്ടതായി പോലും നടിക്കുന്നില്ല. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് നായയെ കാണുന്നത് പോലെ പോലും കാണുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമീപനം ഉണ്ടാകുന്നത്? അത് ഡോക്ടർമാരുടെ സമീപനമല്ല, നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം. രാവിലെ 7 മണിക്ക് ആൻജിയോപ്ലാസ്റ്റിയും തുടങ്ങുന്ന 4-5 ഡോക്ടർമാർ, അവർ പിറ്റേന്ന് രാവിലെ 7 മണി വരെയാണ് ഈ ആൻജിയോഗ്രാം ചെയ്യുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ചുറ്റുപാടും ഇവിടുത്തെ ഉപകരണങ്ങളുടെ ഒരു ക്ഷാമവും മറ്റതും മുഖം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 12 പേഷ്യൻറ്റിനെയാണ് ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റുന്നതും ആൻജിയോപ്ലാസ്റ്റി, അതിൻ്റെ കൂടെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ വരുന്ന പേഷ്യൻ്റ് 800 പേഷ്യൻ്റ് OP വരുന്നു. IP 80-120 പേഷ്യൻ്റ് IP വരുന്നു, ഒരു ദിവസം വരുവാണ്. 2 പേര്, നേരത്തെ മാധു പറഞ്ഞു 2 പേര് കട്ടിലിൽ കിടക്കുന്നു പറഞ്ഞു, 2 പേര് തറയിലും കിടക്കുക. എന്തുകൊണ്ട് അങ്ങനെ വരുന്നെന്ന് മന്ത്രിതലത്തിൽ ഇന്ന് വരെ ചിന്തിച്ചിട്ടുള്ള പല ചർച്ചകളും ഇത് പറഞ്ഞതാണ്. കൊല്ലത്ത് നിന്ന് ഈ പേഷ്യൻ്റ് 120 കിലോമീറ്റർ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് പാരിപ്പള്ളി മെഡിക്കൽ കോളേജുണ്ട്. എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് കയറിയില്ല? കാരണം അവിടെ കാർഡിയോളജി സ്ട്രോങ് അല്ല, നല്ല കാർഡിയോളജി അല്ല. അതാരുടെ മിസ്റ്റേക്കാണ്? അതാലോചിക്കേണ്ടത്. ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു പരിഹാരം എന്ന് പറയുന്നത് ഓരോ ജില്ലയിലും മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ കോന്നി മെഡിക്കൽ കോളേജുണ്ട്, കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജുണ്ട്. ഈ മെഡിക്കൽ കോളേജിൽ കാർഡിയോളജിയുടെ 1-2 യൂണിറ്റ് തുടങ്ങുക എന്നുള്ളതാണ്. ആ യൂണിറ്റിൽ ആവശ്യം പോലെ ഡോക്ടർമാരെ നിയമിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ 4 യൂണിറ്റേ ഉള്ളൂ. എന്തുകൊണ്ട് 2 യൂണിറ്റും കൂടെ ആരംഭിച്ചുകൂടാ? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയും ശനിയും കൂടെ ബാക്കിയുള്ള എല്ലാ അസുഖങ്ങൾക്കുമുള്ള യൂണിറ്റുകളുണ്ട്. പക്ഷേ കാർഡിയോളജിക്കില്ല. എന്തുകൊണ്ട് ഡോക്ടറെ നിയമിക്കുന്നില്ല? 5 ഡോക്ടർമാർ രാവിലെ 9 മണിക്ക് കയറിയാൽ 4 മണിക്കും 800 പേഷ്യൻറ്റിനെ പരിശോധിച്ച് കഴിയും OP-യിൽ. നമ്മളത് പരിശോധിക്കണ്ടേ? എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ഞാനൊരു കാര്യം, മന്ത്രിയുടെ നിയോജകമുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മന്ത്രിക്കെതിരാണ് അല്ലെങ്കിൽ സർക്കാരിനെതിരാണ് തീരുമാനിക്കരുത്. പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത് കോഴഞ്ചേരിയിലാണ്. മന്ത്രിയുടെ നിയോജകമണ്ഡലം ആറന്മുളയുടെ കീഴിലാണ് ഈ കോഴഞ്ചേരി എന്ന് പറയുന്നത്. അവിടെ പോലും ഒരു കാർഡിയോളജി ഡോക്ടറില്ല, ഒരു OP ഇല്ല. എങ്ങനെയായി സിസ്റ്റം ശരിയാവുന്നത്? ആവശ്യത്തിന് സ്റ്റാഫുകളെ ഇപ്പം തന്നെ സഹോദരിയുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. പക്ഷേ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു നേഴ്സ് നമ്മളെ പരിഗണിക്കാൻ പോലും വരുന്നില്ലെന്ന്. 28-ാം വാർഡിൽ 250ഓളം പേഷ്യൻ്റ് അഡ്മിറ്റായി കിടക്കുന്നത് തറയിലും കട്ടിലിലുമായിട്ട്. 3 നേഴ്സുമാരുണ്ട്. എങ്ങനെ ഇവരെ പരിചരിക്കും ഈ നേഴ്സുമാർ? അപ്പോൾ ആവശ്യത്തിന് സ്റ്റാഫുകളെ നിയമിക്കുക. ഓരോ ജില്ലയിലും കൊടുത്തേക്കുന്ന മെഡിക്കൽ കോളേജിൽ ആവശ്യം പോലെ കാർഡിയോളജി യൂണിറ്റുകൾ പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ പുനർവിന്യസിക്കാമെന്നാണ് മറ്റു മെഡിക്കൽ കോളേജുകളിലേക്ക്. അല്ല, ഒരുപാട് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, പുതിയ പോസ്റ്റുകൾ കൊണ്ടുവരണം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ 5 യൂണിറ്റ് തുടങ്ങുന്നു. കൊല്ലം ജില്ലയിലെ കാർഡിയോളജി പേഷ്യൻ്റ് മുഴുവൻ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോകണം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് കുറയും. ഇത് അവിടെ നല്ല കാർഡിയോളജി ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഏത് കേസും നമ്മൾ പരിശോധിക്കേണ്ടത് എന്താ? ഇവിടെ ആൻജിയോഗ്രാം ചെയ്ത് ഒരാഴ്ച എത്രയാണെന്ന് കണക്കെടുക്കണം, അല്ലെങ്കിൽ ഒരു മാസം എത്രയാണെന്ന് കണക്കെടുക്കണം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ആൻജിയോപ്ലാസ്റ്റിയും ചെയ്ത് എത്രയാണെന്ന് കണക്കെടുത്താൽ മനസ്സിലാവും. ഇവിടെ ഏതാണ്ട് ഒരു മാസം എങ്ങനെ പോയാലും
10, 300, 400 പേഷ്യൻറ്റിനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അവിടെ 2 or 3 പേരെ ചെയ്യുന്നത്. അത് മാറ്റി അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരെ അവിടെ നിയമിച്ചുകൊണ്ട് ഒരു നിയമം കൊണ്ടുവരണം. അതാത് ജില്ലയിലെ മെഡിക്കൽ കോളേജുകളിൽ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുന്നത് അതാത് ജില്ലയിൽ രോഗികൾ അവിടുത്തെ മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒഴിയും. ഇത് പത്തനംതിട്ടയിൽ നിന്ന് പോലും ഇവിടെ ആളുകൾ വരുന്ന ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ എങ്ങനെയാ പറ്റുന്നത്? ഇവിടെ ആകെപ്പാടെ 4 യൂണിറ്റ് ഉണ്ട്. ശരി, ശ്രീ എ കെ ഷാനി ഭംഗിക്ക് കേൾക്കാമോ? കേൾക്കാം. ഷാനിബ്, ഇപ്പോൾ ജോബ് അഞ്ചൽ ചൂണ്ടിക്കാണിച്ചത് ഇതിന്റെ പരിമിതികളെ കുറിച്ചാണ്. ശരിയാണ്, ഡോക്ടർമാർ ഇത്ര പേരേ ഉള്ളൂ, നഴ്സുമാർ 28-ാം വാർഡിൽ 3 നഴ്സുമാർ എത്ര പേരെ ഏതൊക്കെ സമയത്ത് പരിചരിക്കും എന്നുള്ളത് പ്രശ്നമാണ്. കുറേ ദിവസങ്ങൾ അലഞ്ഞു പണിയെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായും അവരുടെ ഈ പറയുന്ന മാനസികാവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവർക്ക് എല്ലാവരെയും വളരെ കരുണാപൂർവമായി പരിഗണിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നമുണ്ടാകുന്ന അവിടെ എത്തുന്നത് രോഗികളാണ്, പരിചരണം ആവശ്യമുള്ളവരാണ്. അവർക്ക് ഇത് മനസ്സിലാവില്ല. മറ്റുള്ളവരുടെ ജോലി സമ്മർദ്ദമോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന്റെ എണ്ണക്കുറവോ പരിമിതികളോ അവിടെ ഒരു ദിവസം ചെയ്യുന്ന ആൻജിയോഗ്രാം എത്രയാണ് എന്ന് പറയുന്ന ലിമിറ്റോ പരിധിയോ ഒന്നും ഇവർക്ക് മനസ്സിലാവില്ല. അവർക്ക് ആകെ മനസ്സിലാകുന്നത് വേദനയും ജീവനെക്കുറിച്ചുള്ള ആധിയുമാണ്. അത് അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുക? തീർച്ചയായും ഇവിടെ വേണു എന്ന് പറയുന്ന ഒരു 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 മനുഷ്യൻ അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയതിന് ശേഷം അതുമായി ബന്ധപ്പെടുത്തി ഈ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടുമുള്ളൊരു ചർച്ചയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് വേണു മരണപ്പെട്ടതും മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശം നമ്മളെല്ലാവരും കേട്ടതൊക്കെ വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് കേരളത്തിൽ എല്ലാവരും കേട്ടിട്ടുള്ളത്. അതിനെ ഏതെങ്കിലും തരത്തിൽ അതിനെ നിഷേധിക്കാനോ അതിനെ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കാനോ ഒന്നും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ CPM തയ്യാറാകുന്നില്ല എന്ന് ആദ്യമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ അങ്ങ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, അവിടെ കൂടുതൽ ആൻജിയോഗ്രാം ചെയ്യുന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു, അതുകൊണ്ട് ഈ രോഗിക്ക് ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റിയില്ല എന്ന തരത്തിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ വിശദീകരണം മുഴുവൻ പരിശോധിച്ചത് ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് മെഡിക്കൽ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ കെൽപ്പുള്ള ഒരാളല്ല ഞാൻ. നേരത്തെ അതുമായി ബന്ധപ്പെട്ട് സിന്ധു നമ്മുടെ മുന്നിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവിടെ വീഴ്ചയെ സംഭവിച്ചിട്ടില്ല എന്നാണല്ലോ ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ ഈ വീഴ്ചകൾ എണ്ണം പറഞ്ഞു വെച്ച് മരണമൊഴി പോലെ പറഞ്ഞു വെച്ച് നമ്മുടെ ഇടയിൽ നിന്നില്ലാതെ പോയിരിക്കുന്നു. അപ്പോൾ ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞത് വിശ്വസിക്കണമോ, ഒരു മനുഷ്യൻ മരണമൊഴിയായി പറഞ്ഞത് വിശ്വസിക്കണമോ എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. ഒന്നാമത്തേത്, സിന്ധു ഈ ചർച്ചയിൽ പങ്കെടുത്ത് നമ്മളോട് പറഞ്ഞത് നേരത്തെ ഈ ആൻജിയോഗ്രാം ചെയ്യേണ്ട ആളുകളുടെ കാര്യത്തിൽ തീരുമാനമായതുകൊണ്ട് നേരത്തെ അപ്പോയിന്റ് ചെയ്ത ആളുകളുണ്ട്, നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്ത ആളുകളുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ആ ക്യൂ വലുതായത് കൊണ്ടാണ് അത് ബുധനാഴ്ച എന്ന് വെള്ളിയാഴ്ച എന്ന് തള്ളി വെക്കാൻ പിന്നെ ഒരു ദിവസം നോക്കാം എന്ന് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആശുപത്രി സൂപ്രണ്ട് പറയുന്ന കാര്യങ്ങളെ മുഴുവൻ മുഖവിലേക്ക് എടുക്കാനാണെങ്കിൽ റിപ്പോർട്ട് തരേണ്ട ആവശ്യമില്ലല്ലോ ആരോഗ്യമന്ത്രിക്ക്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളെ ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്നു എന്നുള്ളതും കൂടുതൽ രോഗികൾ വരുന്നു എന്നുള്ളതും സ്വാഭാവികമായും അത് ആശുപത്രിയെ വിശ്വസിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിൽ വിശ്വാസം അർപ്പിച്ച് രോഗികൾ വരുന്നു എന്നുള്ളതാണ്. ധാരാളം മെഡിക്കൽ കോളേജുകളും ധാരാളം സർക്കാർ ഇതര ആശുപത്രികളും ഒക്കെ നമ്മുടെ നാട്ടിലുള്ളപ്പോഴും സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി മെഡിക്കൽ കോളേജിനെ കാണുന്നു എന്നതുകൊണ്ടാണ് അവർ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആൻജിയോഗ്രാമിൻ്റെ ഏറ്റവും കൂടുതൽ ആൻജിയോഗ്രാം നടക്കുന്ന ആശുപത്രികളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മെഡിക്കൽ കോളേജുകൾ 5 ആശുപത്രി എടുത്താൽ അതിൽ 4 എണ്ണവും കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ്. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ ഉയർത്തി കാണിക്കുമ്പോഴും അവിടെ ആൻജിയോഗ്രാമിൻ്റെ എണ്ണം കൂടിയതുകൊണ്ടാണ്, ആൻജിയോപ്ലാസ്റ്റിയുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് ശ്രീ വേണുവിന് ആൻജിയോഗ്രാം ചെയ്യാതിരുന്നത് എന്ന നിലയിൽ ഒരു പ്രതികരണം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഡോക്ടർമാർ എങ്ങനെയാണ് അത് പറയുക? പക്ഷേ വേണുവിന്റെ ഭാര്യ സിന്ധു നമ്മളോടൊപ്പം ഈ ചർച്ചയിലിരുന്ന് പറഞ്ഞത് അങ്ങ് കേട്ടില്ലേ? നേരത്തെ അതിന് ആളുകളെ തെരഞ്ഞെടുക്കപ്പെട്ട് വെച്ചിട്ടുണ്ട്, അവരുടെ കഴിഞ്ഞിട്ടില്ല എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാത്തത് എന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അതാണ്. അങ്ങ് പറയുന്നു സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ചർച്ചകളാണ് ഉണ്ടാകുന്നത്. എന്താണ് കീർത്തി? എന്താണ് ഈ കാര്യത്തിൽ കീർത്തി അവകാശപ്പെടാനുള്ളത്? ഒരു മനുഷ്യൻ നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് മരണത്തിന് കീഴടങ്ങി പോകുമ്പോൾ എന്ത് കീർത്തിയാണ് നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നത്? ഞാൻ സർക്കാരിനെന്നല്ല ചോദിക്കുന്നത്, ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് എന്ത് കീർത്തിയാണ് അവകാശപ്പെടാൻ ബാക്കിയുള്ളത്?
അല്ല മാധു, ഇപ്പോൾ അവിടെ ആയിരക്കണക്കിന് രോഗികൾ മെഡിക്കൽ കോളേജുകളിൽ വരുന്നുണ്ടല്ലോ കേരളത്തിൽ. അതിലിപ്പോൾ ഈ ഒരു സംഭവമാണെങ്കിലും ഒരു വ്യക്തിയുടെ ജീവൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ മരണപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവൻ പ്രധാനമല്ല എന്ന് തോന്നുന്ന തരത്തിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ നിങ്ങൾ ഉയർത്തി കാണിക്കരുത്. ഏതൊരു സാധാരണ വ്യക്തിയുടെയും ഏതൊരു മനുഷ്യൻ്റെയും ജീവൻ ഏറ്റവും വിലപ്പെട്ടതാണ്. എന്നാൽ ഒരു മനുഷ്യൻ രോഗാതുരനായി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൂടുതൽ കെയർ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് അയച്ച ഒരു വോയിസാണ് നിങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. അതൊരു മരണമൊഴിയായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ആ മരണമൊഴിക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. സ്വാഭാവികമായും എല്ലാവരും വളരെ വേദനയോടുകൂടി സങ്കടത്തോടുകൂടി കണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞ 1-2 കാര്യങ്ങൾ, അവിടെ കൂടുതൽ എനിക്ക് മുമ്പ് സംസാരിച്ചയാൾ പറഞ്ഞ കാര്യം, അവിടെ കൂടുതൽ ആൻജിയോഗ്രാം നടക്കുന്നതുകൊണ്ട്, കൂടുതൽ ആൻജിയോപ്ലാസ്റ്റി നടക്കുന്നതുകൊണ്ട്, അതും ഈ ഗവൺമെൻറ്റിൽ ആളുകൾ വിശ്വസിച്ച് കടന്നു വരുന്നത് കൊണ്ടാണ്, കൂടുതൽ രോഗികൾ വരുന്നത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അതെല്ലാം അവിടെ നന്നായി നടക്കുന്നു എന്ന അഭിപ്രായം ഉള്ളത് കൊണ്ടാണല്ലോ ഇതെല്ലാം വീണ്ടും അവിടെ നടക്കുന്നത്. അങ്ങനെ കൂടുതൽ നടക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു രോഗിക്ക് ചികിത്സ നിഷേധിച്ചു എന്ന് പറയരുത്. ആ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ എല്ലാം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകളിലെ കേരളത്തിലെ ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ ആൻജിയോഗ്രാമും ഏറ്റവും കൂടുതൽ ആൻജിയോപ്ലാസ്റ്റി നടക്കുന്നത് ഗവൺമെൻറ് ആശുപത്രിയിലാണ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു സംഭവം എടുത്തു കാണിച്ച് ഇതാ ഈ ആരോഗ്യരംഗം മുഴുവൻ പ്രശ്നമാണ്, കേരളത്തിലെ ആരോഗ്യരംഗം മുഴുവൻ തകർന്നിരിക്കുകയാണ്, ഇനി ആരും ഈ മെഡിക്കൽ കോളേജിലേക്ക് പോകരുത് എന്ന നിലയിൽ മെഡിക്കൽ കോളേജിൻ്റെയും അവിടുത്തെ ഡോക്ടർമാരുടെയും അവിടുത്തെ ജീവനക്കാരുടെയും വിശ്വാസ്യതയെയും അവരുടെ അന്തസ്സിനെയും ഇകഴ്ത്തി താഴ്ത്തുന്ന തരത്തിലുള്ള ഒരു ചർച്ച കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിനും സാമൂഹ്യ രംഗത്തിനും നല്ലതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വിഷയത്തിലാണെങ്കിലും മുഖ്യമന്ത്രിയുടെയും പ്രതികരണം ഇന്നുണ്ടായതല്ല. അത് തുടർച്ചയായി കേരളത്തിന്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് തിരുവനന്തപുരത്ത് ഈ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം, കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം, ഇത്തരം നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ആ സമയത്ത് കണ്ണൂരിൽ നടന്നൊരു യോഗത്തിൽ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആരോഗ്യരംഗത്തെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഈ ചർച്ചയിലോ ഏതെങ്കിലും ഒരു സമയത്തോ ഈ സ്ഥാപനത്തിൽ നിന്ന് ആരും മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കരുത് എന്ന ഒരു കമന്റും ഉണ്ടായിട്ടില്ല. ആ രീതിക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തി മുന്നോട്ട് പോവുക അസാധ്യമാണ്. മെഡിക്കൽ കോളേജുകളെ ആരും ഒരു പനി വന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കളയാം എന്ന നിലയ്ക്ക് സമീപിക്കുന്ന സ്ഥാപനമല്ല. പല ആശുപത്രികളിൽ നിന്ന് റഫർ ചെയ്ത് അയക്കുന്ന അടിയന്തരമായ ചികിത്സയും പരിചരണവും ആവശ്യമുള്ള രോഗികളാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. അത് അവിടെ വന്നാൽ അടിയന്തര ജീവൻ രക്ഷയുണ്ടാകും എന്ന വിശ്വാസത്തിന്റെ പേരിലാണ് മെഡിക്കൽ കോളേജുകളിലേക്ക് ആളുകൾ എത്തുന്നത്. അവരെയാണ് 4-5 ദിവസം തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന പരാതി ഉയരുന്നത്. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേണുവിന് ചികിത്സ കിട്ടിയോ ഇല്ലയോ എന്ന കാര്യവുമായി ബന്ധപ്പെടുത്തി ചർച്ച മുന്നോട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് പൂർണ്ണമായി ഒരു നിഗമനത്തിലെത്താൻ കഴിയൂ. എന്നാൽ ഡോക്ടർമാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായതിന് ശേഷം 24 മണിക്കൂറിന് ശേഷമാണ് മെഡിക്കൽ കോളേജിലെത്തുന്നത്. അതിനു മുമ്പ് മറ്റൊരു ഹോസ്പിറ്റൽ പോയതായിട്ടുള്ള വാർത്തകളുണ്ട്. അതുകൊണ്ടാണ് ആൻജിയോഗ്രാം ചെയ്യാതിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് മരുന്നുകൾ കൊടുത്തിരുന്നു. ആ മരുന്ന് കൊടുത്തതിന് ശേഷം ആൻജിയോഗ്രാം ചെയ്യാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയതിന് ശേഷം, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിൽ അത്തരം കാര്യങ്ങൾ, മെഡിക്കൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ എന്നതുകൊണ്ടാണ് ഞാൻ ആ വിഷയം പറയാത്തത്. പക്ഷെ ഡോക്ടർമാർ ഇത്തരത്തിൽ കാര്യങ്ങൾ അവരെ പരിശോധിച്ചിരുന്നുവെന്നും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നുവെന്നും അവിടുത്തെ ഒരു PRO ഈ കാര്യങ്ങൾ പരിശോധിച്ചിരുന്നുവെന്നും ഈ വേണുവുമായി ബന്ധപ്പെട്ട് ആരൊക്കെയോ ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വിളിച്ചപ്പോൾ അവർക്ക് PRO അതുമായി ബന്ധപ്പെട്ട ചികിത്സയുടെ വിശദാംശങ്ങൾ നൽകിയിരുന്നു എന്നൊക്കെ ഡോക്ടർമാർ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ ഞാൻ ഏത് കാര്യം പറഞ്ഞാലും ആ മരിച്ച് തലക്ക് മുകളിൽ നിൽക്കുന്നയാളെ അപമാനിക്കുന്നു എന്ന തരത്തിൽ ഈ വിഷയത്തെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നതുകൊണ്ട് ഞാൻ ആദ്യമേ പറയുന്നു, ആ വിഷയത്തിൽ വേണുവിൻ്റെ മരണമൊഴിയായി പുറത്തു വന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ഈ ഗവൺമെന്റിന് ഒരു തരത്തിലുമുള്ള എതിർപ്പ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തെ അപമാനിച്ചു എന്ന നിലയ്ക്ക് ആ ചർച്ച കൊണ്ടുപോകുന്ന ഒരാളല്ല ഞാനും. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഈ സ്ഥാപനവും ആ നിലയ്ക്ക് മുൻവിധിയോടുകൂടി കാണേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അത് ഉറപ്പ് നൽകുന്നു. ആ നിലയ്ക്ക് മുൻവിധിയോടുകൂടി കാണരുത്. അതെന്തൊരു അപമാനമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ, എറണാകുളം മെഡിക്കൽ കോളേജിൽ, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ, വയനാട് മെഡിക്കൽ കോളേജിൽ, കൊല്ലം മെഡിക്കൽ കോളേജിൽ,
കണ്ണൂർ മെഡിക്കൽ കോളേജിലെല്ലാം ഈ കാത്ത് ലാബ് പിന്നെ ഉണ്ടാക്കിയത് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ്. അവിടെ ഈ പറയുന്ന മുൻ സർക്കാരുകളുടെ കാലത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഈ പ്രത്യേകമായിട്ട് ഇത്തരം രോഗികളെ ഹൃദ്രോഗികളെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. കാത്ത് ലാബ് തന്നെ കൊണ്ടുവരുന്നത് 2017 ശേഷം തൃശ്ശൂരിലും എറണാകുളം മെഡിക്കൽ കോളേജിലും മഞ്ചേരി മെഡിക്കൽ കോളേജിലും വയനാട് മെഡിക്കൽ കോളേജിലും കൊല്ലം മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യമന്ത്രി തന്നെ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 2015, 2016, 2024, 2025 എത്ര തുകയാണ്, ഏതൊക്കെ പദ്ധതി പ്രകാരമാണ്, എന്തൊക്കെ ഉപകരണങ്ങൾ വാങ്ങാനാണ് രണ്ടു സർക്കാരുകളുടെയും കാര്യത്തിൽ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഇവിടെ ആരും ഒരു തർക്കവും ഉന്നയിക്കുന്നില്ല. അത് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. കിഫ്ബി വഴിയോ അല്ലാതെയോ അവിടെ കൊണ്ടുവച്ച് അട്ടിവെച്ച കോടികളുടെ കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിലാണ് ചർച്ച. ഇത് സർക്കാരുകളുടെ കമ്പാരിസൺ അല്ല. പിന്നെ ഒരു രോഗി, ഒരു വേണു എന്ന് പറയുന്ന ഒരു രോഗി മരണപ്പെട്ട ഏറ്റവും സങ്കടകരമായ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് തീർച്ചയായും ചർച്ച ചെയ്യേണ്ടതാണ്. ചൂണ്ടിക്കാണിച്ച് ഇതാ മുഴുവൻ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതാണ്. ആ വിഷയം ചൂണ്ടിക്കാണിച്ചാൽ മാത്രമേ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിനുള്ളിൽ കടന്നു വരുന്ന ആളുകൾക്ക് ഈ ഗതി ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ. ആ വിഷയത്തിലാണ് ചർച്ച. ആ വിഷയത്തിൽ ചർച്ച എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ അങ്ങയുടെ പാർട്ടിയിൽ നിന്നും അങ്ങേ അതിഥിയായി ആവശ്യപ്പെട്ടത്. ഗവൺമെന്റ് അന്വേഷണം നടത്താമെന്ന് ഇപ്പോ ഗവൺമെന്റ് അന്വേഷണം നടത്താമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ശരി, അത് സ്വീകാര്യമായ കാര്യമാണ്. പക്ഷെ അപ്പോഴും ആ അന്വേഷണം നടക്കുന്നതിന് മുമ്പ് ഡോക്ടർമാർ പറഞ്ഞത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് അങ്ങ് പൂർണ്ണ വിശ്വാസത്തോടു കൂടി പറയുന്നുണ്ടല്ലോ. ഈ ചർച്ചയിൽ അങ്ങയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് വേണുവിന്റെ ഭാര്യ പറഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ നോക്കൂ, അല്ല അവരാണ് പറഞ്ഞത് ബുധനാഴ്ച ആൻജിയോഗ്രാം നടത്താൻ കഴിയില്ല, മുൻകൂട്ടി നിശ്ചയിച്ച ആളുകളുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ആൻജിയോഗ്രാം ചെയ്യാനുള്ള കാലപരിധി കഴിഞ്ഞു പോയിരിക്കുന്നു, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് എന്ന് ഡോക്ടർമാർ പറയുന്നു. ഏത് വിശ്വസിക്കണം നമ്മൾ? അപ്പൊ ഒന്ന് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണത്തിന് ആവശ്യമില്ല, ഒന്ന് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണത്തിന് ആവശ്യമുണ്ട്. അല്ല, ഏത് വിശ്വാസത്തിലെടുക്കണമെന്നാണ് മാധുവിന്റെ അഭിപ്രായം? തീർച്ചയായും ഈ പരാതിക്കാരുടെ കാര്യം വിശ്വാസത്തിലെടുക്കണം. കാരണം ഈ സംഭവം നമ്മൾ അറിഞ്ഞത് ആ ഒരൊറ്റ ഓഡിയോ സന്ദേശത്തിന്റെ പേരിലാണ്. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ വന്ന് ചികിത്സയിലുണ്ടായിരുന്ന എത്രയോ ആളുകൾ ഒരു ദിവസം മരിച്ചു പോകുന്നു. ഒരു പക്ഷേ ഈ പറയുന്ന ഒരു ചികിത്സയ്ക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഗുരുതരമായ ആരോഗ്യാവസ്ഥയിലുള്ള മനുഷ്യർ മരിച്ചു പോകുന്നതിന്റെ പട്ടികയിൽ ഇതുമാകുമായിരുന്നു. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരാൾ തെളിവ് ബാക്കി വെച്ച് കടന്നുപോയത് കൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന നിലയ്ക്ക് അതിനെ പരിഗണിക്കാൻ കഴിയില്ല. അങ്ങനെയല്ല. ഇപ്പോൾ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് ഹൃദയവേദനയുമായിട്ടാണ് അദ്ദേഹം ആശുപത്രി വേണു എന്ന് പറയുന്ന മനുഷ്യൻ ആശുപത്രിയിൽ എത്തുന്നത്. അദ്ദേഹത്തിന് വേണ്ട ചികിത്സ എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ പ്രകാരമല്ലേ ചികിത്സ കൊടുക്കുന്നത്? ഞാനോ മാധുവാണോ തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കളാണോ തീരുമാനിക്കുന്നത്? അല്ല, ഞാനും ഷാനിബുമല്ല, രോഗിയുടെ ബന്ധുക്കളുമല്ല തീരുമാനിക്കുന്നത്. പക്ഷെ ബുധനാഴ്ച ആൻജിയോഗ്രാം എടുക്കാം എന്ന് അവരോട് പറഞ്ഞതിന് ശേഷം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ആളുകളുണ്ട്, അതുകൊണ്ട് ഇന്ന് ചെയ്യാൻ കഴിയില്ല എന്ന് ആശുപത്രി അധികൃതർ അവരോട് പറഞ്ഞു എന്ന് അവർ പറയുന്നു. വെള്ളിയാഴ്ച പിന്നീട് ചെയ്യാമെന്ന് പറയുന്നു. ഇനി മറ്റൊരു ദിവസം നിശ്ചയിക്കാമെന്ന് അവരോട് പറയുന്നു. അതൊന്നും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. ഞാൻ അതുമായി വേണുവിന്റെ ബന്ധുക്കൾ സംസാരിച്ചത് ഞാൻ പല ചാനലിലായിട്ട് പല ഭാഗങ്ങളായിട്ട് ഞാൻ കേട്ടിരുന്നു. ഞാൻ പൂർണ്ണമായിട്ട് കേട്ടിട്ടില്ല. പക്ഷെ അവരോട് ആരാണ് പറഞ്ഞത് അങ്ങനെ ഒരു അന്വേഷണം നടത്തുമ്പോൾ അവർ കൂടുതൽ വിശദാംശങ്ങൾ കൊടുക്കട്ടെ. അവരുടെ ഭാഗം തന്നെ കേൾക്കുകയും അതിന് നീതി നൽകുകയും വേണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മരിച്ചവർക്ക് ആകെ കൊടുക്കാൻ കഴിയുന്നത് നീതി മാത്രമാണ്. ജീവൻ തിരികെ കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ലല്ലോ. വസന്ത് സിരേഖ്, ഇപ്പോ ധാരാളം ദിവസങ്ങളിൽ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങൾ ഉണ്ടാവുകയും അത് ചർച്ചയാവുകയും ഒക്കെ ചെയ്തു. ആ ഒരു ഘട്ടത്തിലാണ് ആരോഗ്യമന്ത്രി ആരോഗ്യമേഖലയെ ആകെ അടച്ചാക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആരോഗ്യമന്ത്രി രാജിവെച്ചു പോകണം എന്നുള്ളതാണ്. അത് നടക്കാത്തൊരു കാര്യമാണ് എന്നുള്ളത് അറിയാം. ഇതൊരു പരിഹാരം കാണുക എന്ന ആവശ്യത്തിനപ്പുറത്ത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മാത്രം ആരോഗ്യമന്ത്രി രാജിവെച്ചാൽ തീരുന്ന പ്രശ്നമാണ് ഇവിടെയുള്ളത് എന്നുള്ളതാണോ പ്രതിപക്ഷം മനസ്സിലാക്കുന്നത്? അല്ല മാധു, നോക്കൂ, ഒന്ന് ഷാനിബു പറഞ്ഞൊന്നും എനിക്ക് കേൾക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയും മുഖ്യമന്ത്രിയും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ഏതോ ഒരു ശക്തി പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തെ ആകെ അങ്ങ് വിഴുങ്ങിയ ഒരു മാഫിയ ഇതാ സർക്കാരിനെതിരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ ആരോഗ്യമേഖലയെ തകർക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഇവരുടെ വാദം. മാധു, നോക്കൂ, ഷാനിബ് മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ ആരോഗ്യ രംഗത്തിൻ്റെ കീർത്തി തകർക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട
സ്വയം ചാവേറാവാൻ ഇറങ്ങിപ്പുറപ്പെട്ട മാവോയിസ്റ്റ് അല്ല, ആ മാവോയിസ്റ്റിൻ്റെ ഭാര്യയല്ല നമ്മുടെ കൂടെ ചർച്ചയിലിരിക്കുന്നത്. നോക്കൂ, സ്വന്തം ഭർത്താവ് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പരാജയം മൂലം കൊല ചെയ്യപ്പെട്ടതിൻ്റെ ആ മരണമുണ്ടല്ലോ, അത് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന അവസാനത്തെ മണിക്കൂറുകളാണ്. ആ മണിക്കൂറുകളിൽ മരവിച്ചു പോയിട്ട് നമ്മുടെ മുമ്പിൽ വന്ന ആ മരണത്തെ പറ്റി പറയാനിരിക്കുന്ന മനുഷ്യരുള്ളപ്പോൾ ആ മനുഷ്യരെല്ലാം അങ്ങ് മാവോയിസ്റ്റുകളാണ്, ഞങ്ങളുടെ സർക്കാരിനെ താഴെ ഇറക്കാൻ ഇതാ കഥ മെനഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത് ഇവരുടെ വാദം എന്താ? ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ മാധു അടക്കം ചോദിച്ചു, എന്തിനാണ് വീണ ജോർജ് രാജിവെക്കണമെന്ന് പറയുന്നത്? ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സർക്കാരിൻ്റെ അവസാനത്തെ കാലഘട്ടമല്ലേ, അവരൊരു 6 മാസം കൂടി ഇരിക്കട്ടെ. 6 മാസം ഇരുന്നാൽ 60 മരണമുണ്ടാവും മാധു. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി 6 മാസമേ ഉള്ളെങ്കിൽ ആ 6 മാസം കൊണ്ട് 60 മനുഷ്യരെ ഇവർ കൊല്ലും, 60 വിധവകളെ ഉണ്ടാക്കും. അങ്ങനെയല്ല, ഇത് ആരോഗ്യമന്ത്രി നേരിട്ട് നടത്തുന്ന കാര്യങ്ങൾ നോക്കൂ. ആ സിസ്റ്റം, ഈ പറയുന്ന ആരോഗ്യമന്ത്രി തന്നെ പ്രയോഗിച്ചൊരു വാക്കാണ്, ആ സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്വം ആരോഗ്യ മേഖലയെ നയിക്കുന്ന മന്ത്രി എന്ന നിലയ്ക്ക് മന്ത്രി ഏറ്റെടുക്കേണ്ടതും അതിന് പരിഹാരം കാണേണ്ടതുമാണ്. പക്ഷെ മന്ത്രി തുടരുന്ന ഓരോ ദിവസവും അല്ലെങ്കിൽ തുടരുന്ന സമയം മരണമുണ്ടാകും എന്നൊന്നും നമ്മൾ അങ്ങനെ ആ നിലയ്ക്ക് പറഞ്ഞു പോകാൻ കഴിയില്ല. അതൊക്കെ വളരെ വ്യക്തിപരമായ അധിക്ഷേപമാണ്. അല്ല, അത് പറഞ്ഞേ അല്ല മാധു അത് പറഞ്ഞേ മതിയാവും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ വർഷങ്ങളിലും കഴിഞ്ഞ വർഷവുമായി ഉണ്ടായ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഞാൻ 5-6 സൂചിപ്പിക്കാം. ഒന്ന്, ഹർഷിന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നതാണ്. അവർ വയറ്റിൽ കത്രിക വെച്ച് തിരിച്ചു തുന്നിക്കെട്ട് വിട്ടു ഈ സർക്കാർ. എന്നിട്ട് അവർ ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ സമരപന്തലുമായിരുന്നു. ആ സമരപന്തലിൽ ഇപ്പോൾ മാധു സൂചിപ്പിച്ച നേരത്തെ ഷാനിബ് വാഴ്ത്തിപ്പാടിയ ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ, 4 തവണ സന്ദർശിച്ചു സമരപന്തൽ. എന്ത് നടപടി അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായത്? ഒരു നടപടിയും ഉണ്ടായില്ല. ഡിവൈഎഫ്ഐയുടെ നേതാവായ ഒരാൾ ICUവിൽ കടന്നൊരു രോഗിയെ പീഡിപ്പിച്ചു. ആ കേസിൽ അയാൾക്കെതിരെ മൊഴി കൊടുത്ത അവിടുത്തെ നഴ്സിംഗ് ഉദ്യോഗസ്ഥയെ ഈ സർക്കാർ, ഏത് സ്ത്രീ സംരക്ഷണം പറയുന്ന നിങ്ങൾ ഈ പറഞ്ഞ സിസ്റ്റത്തെ മുഴുവൻ അങ്ങ് പുനരുദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഇതേ സർക്കാർ, ആ സർക്കാരിന്റെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രി വീണ ജോർജ് അവരവരെ സ്ഥലം മാറ്റി. ലാസ്റ്റ് അവർക്ക് ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നു സ്ഥലമാറ്റ ഉത്തരവ് മരവിപ്പിക്കാൻ വേണ്ടി. രണ്ടാമത് ബിന്ദുവിന്റെ അവസ്ഥ എന്തായിരുന്നു കോഴിക്കോട് ഉണ്ടായത്? നമ്മൾ കണ്ടതല്ലേ. തിരുവനന്തപുരത്ത് വലത്തെ കാലിന് ഓപ്പറേഷന് വേണ്ടി വരുന്നു. സ്വാഭാവികമായും കാലിന്റെ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഈ ഹെയർ റിമൂവ് ചെയ്യും. അപ്പോൾ ഡോക്ടറിന് അറിയാമല്ലോ, വലത്തെ കാലിൽ ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഓപ്പറേഷൻ നടത്തുന്നത്. ഇടത്തെ കാലിന് ഓപ്പറേഷൻ കൊടുത്തു വിട്ടു. കോഴിക്കോട് 4 വയസ്സുള്ളൊരു കുട്ടി, ആ കുട്ടി കൈ ഒടിഞ്ഞ് വന്നതാണ്. ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട്, മാതൃഭൂമിയുടെ ആർക്കൈവ്സിലുണ്ട്, അങ്ങ് എടുത്ത് കാണണം, കരഞ്ഞുകൊണ്ട് ചോദിക്കുക, എൻ്റെ കൈ എവിടെയെന്നാ ചോദിക്കുന്നത്. കൈ ഒടിഞ്ഞു വന്നൊരു കുട്ടിയുടെ 4 വയസ്സുകാരിയുടെ കൈ ഓപ്പറേഷൻ നടത്തി മുറിച്ചു മാറ്റിയൊരു സർക്കാരാണ്. ആ സർക്കാരിന്റെ സിസ്റ്റത്തിന്റെ മുകളിൽ അടയിരിക്കുന്ന ഒരു മന്ത്രിയാണ്. എന്നിട്ട് അവർ പറയാണ്, ഞങ്ങൾ റിപ്പോർട്ട് തേടി കേട്ടോ. എന്ത് റിപ്പോർട്ട്? ആ റിപ്പോർട്ടുകൾ, അതായത് വീണ ജോർജ് മന്ത്രിയായ ശേഷം ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ടല്ലോ. ആ റിപ്പോർട്ട് പേപ്പറെല്ലാം കൂടെ ആക്രിക്ക് തൂക്കി വിറ്റാൽ ആ പൈസ കൊണ്ട് മരുന്ന് മേടിക്കാം ഈ കേരള സംസ്ഥാനത്ത്. സൂചി മേടിച്ചുകൊണ്ട് പോകണം, പഞ്ഞി മേടിച്ചുകൊണ്ട് പോകണം, ഇനി ഡോക്ടറെ കൂടി മേടിച്ചുകൊണ്ട് ചെല്ലണം മെഡിക്കൽ കോളേജിലേക്ക് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ചികിത്സ കിട്ടണമെങ്കിൽ എന്നുള്ള ഗതികേടിലല്ലേ ഉള്ളത്. ഇനി ആരോഗ്യ വകുപ്പ് മന്ത്രിയെ, ആരോഗ്യ വകുപ്പിലെ ഏത് ഉദ്യോഗസ്ഥനാണ് മൈൻഡ് ചെയ്യുന്നത്? ഇതേ തിരുവനന്തപുരത്ത് സ്വന്തം അപ്പന്റെ ശവശരീരം സ്വീകരിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ 2024 ഡിസംബർ മാസം, ഏതാണ്ട് ഒരു വർഷം മുമ്പ് സ്വന്തം അപ്പന്റെ ശവശരീരം ഏറ്റുവാങ്ങാൻ വേണ്ടി വന്ന മകനെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചു. കാലൊടിഞ്ഞ് ലാസ്റ്റ് അതേ മെഡിക്കൽ കോളേജിൽ അയാൾക്ക് ചികിത്സ ചെയ്യേണ്ടി വന്നു. മന്ത്രി തലസ്ഥാനത്തുണ്ടായിരുന്നു. അവരവിടേക്ക് ഓടിയെത്തി. സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ 24 മണിക്കൂറിനുള്ളിൽ ആക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞാൽ, അല്ലെ 10 ദിവസം കഴിഞ്ഞാൽ, അതേ ഡിസംബർ മാസം എത്താൻ പോവുകയാണ്. 1 വർഷമായി ഇതുവരെ ആക്ഷൻ ഉണ്ടായിട്ടില്ല. അതായത് ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ ഒരു അയ്യരുകളി ഉണ്ടാകുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അതിനെതിരെ പറയുന്നവരെല്ലാം മാവോയിസ്റ്റ് ആണ്, അതിനെതിരെ പറയുന്നവരെല്ലാം ഞങ്ങളുടെ സർക്കാരിന്റെ കീർത്തി കളയാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവരാണ് എന്നുള്ള വാദവുമായിട്ട് ഇറങ്ങിയാൽ അതിനെ ജനം തെരുവിൽ കൈകാര്യം ചെയ്യും. ജനത്തിന് കൈകാര്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? നമ്പർ 1 മാധു നോക്കൂ, ഇത് എവിടെയാണ് ഈ വിഷയം ഉണ്ടായിരിക്കുന്നത്, ഈ പർട്ടിക്കുലർ വിഷയം ഉണ്ടായിരിക്കുന്നത്? ഇവർ പറയുന്ന നമ്പർ 1 കേരളമുണ്ടല്ലോ, ആ നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ വകുപ്പിലെ നമ്പർ 1 മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരത്ത്. ആ നമ്പർ 1 മെഡിക്കൽ ഈ പറയുന്നത് പോലെ 99.99% കാര്യങ്ങളിലും നമുക്ക് അഭിമാനാർഹമായ നേട്ടമുണ്ട് എന്നിരിക്കെയാണ് എങ്കിലും അതിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വവും അതിന്റെ പേരിൽ വിമർശനം ഉന്നയിക്കാനുള്ള ഉത്തരവാദിത്വവും ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ജനാധിപത്യം വ്യവസ്ഥ ചെയ്യുന്നത്. അപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് അതിലൊന്നും ചെയ്യേണ്ടതില്ല എന്ന നില സ്വീകരിച്ച് മുന്നോട്ട് പോകാനൊന്നും കഴിയില്ല. അത് സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടുകയും അതിന്റെ പേരിൽ ഒരു പക്ഷേ കൂരമ്പുകൾ ഏൽക്കേണ്ടി വരികയും ചെയ്യും. ജനത്തെ
സെർവ് ചെയ്യുക എന്ന ഉത്തരവാദിത്വവും അതിന്റെ പേരിൽ ഉണ്ടാകുന്ന മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ചുമലേൽക്കാം എന്ന ഉറപ്പിന്റെ പേരിലാണ് പൊതുപ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് MLA പദവിയിലേക്കും മന്ത്രി പദവിയിലേക്കും ഒക്കെ പൊതുപ്രവർത്തകർ എത്തുന്നത്. വീഴ്ചയുണ്ടായാൽ ചോദ്യം ചെയ്യില്ല, നേട്ടമുണ്ടായാൽ വാഴ്ത്തിക്കോളാം എന്ന് ഒരു ജനവും ആർക്കും വാക്കു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല എന്ന നിലയൊന്നും എടുത്ത ഒരു പൊതുപ്രവർത്തകനും മുന്നോട്ട് പോകാനും കഴിയില്ല. ശ്രീമതി സിന്ധു, ഇപ്പോൾ ഷാനിബ ഈ ചർച്ചയിൽ ചോദിച്ച ഒരു ചോദ്യം അങ്ങ് കേട്ടിട്ടുണ്ടാകും. ആരാണ് നിങ്ങളോട് ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാം എന്ന് പറഞ്ഞത്, പിന്നീട് അത് മാറ്റി പറഞ്ഞത്, വെള്ളിയാഴ്ച ചെയ്യാം എന്ന് പറഞ്ഞത്, പിന്നീട് അത് മാറ്റി പറഞ്ഞത് എന്നുള്ളത്? കാരണം ഡോക്ടർമാർ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. ഡോക്ടർ അഭിഷേകാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ഈ ഡോക്ടറിൻ്റെ പേര് എനിക്കറിയത്തില്ല. എൻ്റെ ഹസ്ബൻഡിന് മരിക്കുന്ന തൊട്ട് മുന്നേ എക്കോ ചെയ്യാൻ ആ ടേബിളിൽ ഇരുത്തിയ സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് ആ ഡോക്ടറോട് പേര് ചോദിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പേര് സാർ, എന്താണ് നിങ്ങളുടെ പേര് ചോദിച്ചപ്പം എൻ്റെ പേര് അഭിഷേകാണെന്ന് പറഞ്ഞു. ഈ ഡോക്ടർ എക്കോ ചെയ്തു, ICUവിൽ എൻ്റെ ഹസ്ബൻഡിനെ കയറ്റി. എന്നിട്ട് 10 മിനിറ്റ് എനിക്ക് തോന്നുന്നു കഴിച്ചപ്പോഴേ അവർ കൊന്നു കളഞ്ഞു. എന്നിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഡോക്ടറെ കണ്ടിട്ടില്ല. അതാണ് വാസ്തവം. ഞാൻ ഈ ഡോക്ടറെ പിന്നെ കണ്ടിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിനെ വന്ന് കൺസൾട്ട് ചെയ്തത് ഈ ഒരു ഡോക്ടറായിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും എല്ലാം വന്ന് നോക്കിയത് ഈ ഡോക്ടറാണ്. എക്കോ എടുത്തത് ഈ ഡോക്ടറാണ്. ICUവിലൊക്കെ ആയിട്ടിയ സമയത്ത് ഈ ഡോക്ടറെ കണ്ടു. എന്നിട്ടും എൻ്റെ ഹസ്ബൻഡ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്ന് പറഞ്ഞത് ഈ ഡോക്ടറല്ല, വേറൊരു ഡോക്ടറാണ് പറഞ്ഞത്. അതേ സ്ഥാനത്ത് എൻ്റെ ഹസ്ബൻഡ് തലവേദന എടുത്ത് വേറൊരു ഡോക്ടറെ പോയി കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ഞാൻ അല്ല എന്ന് പറഞ്ഞ് ഗുളിക നിഷേധിച്ച ഒരു ഹോസ്പിറ്റലാണ്. എന്തുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് കൺസൾട്ട് ചെയ്ത ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞില്ല നിങ്ങളുടെ പേഷ്യൻറ്റ് ഗുരുതരാവസ്ഥയിലാണ്? എന്തുകൊണ്ട് പറഞ്ഞില്ല? കാരണം അദ്ദേഹത്തിന് എന്നെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ മനുഷ്യനാണ് എന്നോട് പറഞ്ഞത് തിങ്കളാഴ്ച വന്ന് പറഞ്ഞു ബുധനാഴ്ച ചെയ്യാം, ചൊവ്വാഴ്ച വന്ന് പറഞ്ഞു ബുധനാഴ്ച ചെയ്യാം, അച്ഛൻ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ബുധനാഴ്ച ചെയ്യാതെ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പം പറഞ്ഞു അത് ഇന്ന് പേഷ്യൻ്റ് എല്ലാം അപ്പോയിൻറ്റഡ് പേഷ്യൻസ് വന്നിട്ടുണ്ട്, അച്ഛൻ ഓക്കെയാണ്, കുഴപ്പമില്ല, അച്ഛൻ്റെ ശരീരത്തിന് കുഴപ്പമില്ല, ഇനി 2 ദിവസം നമുക്ക് നോക്കാം, വെള്ളിയാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരം തിരിച്ചു ചോദിച്ചു വെള്ളിയാഴ്ചയും പേഷ്യൻസ് എല്ലാം വന്നാലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അഥവാ വെള്ളിയാഴ്ച പേഷ്യൻസ് വരുവാ എല്ലാവരും ഓക്കെ ആണെങ്കിൽ എക്കോ ചെയ്തിട്ട് വിടാം എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത്. എന്തുകൊണ്ട് ഈ ഡോക്ടർ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്തുകൊണ്ട് എന്നോട് വന്ന് പറഞ്ഞില്ല? അതേപോലെ ഞാൻ ബൈസ്റ്റാൻഡായിട്ട് നിന്നു, എൻ്റെ കൂടെ ഒരു പുരുഷനില്ലായിരുന്നു, ഓക്കെയാണ്. ഒരു ആൺ വന്നപ്പോഴും അവരെന്ത് ചെയ്തു? അയാളെ അകത്തോട്ട് കയറ്റി വിട്ടില്ല. വെന്റിലേറ്ററിൽ എൻ്റെ ഒരു ഭർത്താവിനെ കാണാനല്ലേ ഞാൻ ചോദിച്ചത് ഒരു 2 സെക്കൻഡ് ഞാൻ വിളിച്ചാൽ അഥവാ ഒരു ഇത്തിരി ശ്വാസം ഉണ്ടെങ്കിൽ തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ അതിലേ പോയ ഡോക്ടറോടും സിസ്റ്ററോടും ഞാൻ അപേക്ഷിച്ചു. ഒരു കുഞ്ഞുങ്ങൾ പോലും അത് കൈകൊണ്ടില്ല. എല്ലാവരും നടന്നങ്ങ് പോയത്. എന്നിട്ട് രാവിലെ പോയി കണ്ട ഒരു ഡോക്ടറോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എൻ്റെ ഹസ്ബൻഡിനെ ചോദിച്ചപ്പോൾ അന്നേരം പറയുന്നു ഇച്ചിരി ക്രിട്ടിക്കലാണ്, നെഞ്ചിൽ വെള്ളം കെട്ടിക്കിടക്കും. ഈ നെഞ്ചിൽ വെള്ളം കെട്ടിക്കാൻ കൊണ്ടുപോകുന്ന ഞാനോ അതോ അല്ലാതെ എൻ്റെ ഹസ്ബൻഡോ അല്ല അറിയേണ്ടത്, അത് ചികിത്സിക്കുന്ന ഡോക്ടറാണ് അറിയേണ്ടത്. ഡോക്ടർ 100% അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അഞ്ജു ജോബ്, രോഗിയുടെ രോഗവിവരം എന്താണ് എന്ന് കൃത്യമായി അവരോട് പറഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ ഒരു കാര്യം. അത് മറച്ചു വെക്കപ്പെട്ടു എന്ന് പറയുന്ന അവരുടെ അവകാശം ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് പരാതി. രോഗിയുടെ അപ്പോഴപ്പോഴുള്ള അപ്ഡേറ്റ് കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഡോക്ടറുടെ കടമയാണ്, അത് പറഞ്ഞിരിക്കണം. പക്ഷേ ഇപ്പം ഈ സഹോദരി പറഞ്ഞ ഒരു സഹോദരിക്കുണ്ടായ ഒരു തെറ്റിദ്ധാരണ ഒരു ക്ലിയർ ആക്കി കൊടുക്കാം. മറ്റൊരു ഡോക്ടറെ കണ്ട് ഇങ്ങനെ ഇവിടുത്തെ അവസ്ഥ പറഞ്ഞപ്പോൾ അത് എൻ്റെ യൂണിറ്റ് അല്ല, അല്ലെങ്കിൽ എൻ്റെ പേഷ്യൻ്റ് അല്ല എന്ന് പറഞ്ഞു. സത്യം അത് അങ്ങനെ പറയാം. കാരണം മറ്റൊരു ഡോക്ടറുടെ പേഷ്യൻറ്റിനെ വേറൊരു ഡോക്ടർ കയറി മരുന്ന് കുറിക്കാൻ പറ്റത്തില്ല, നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണത് ക്ലിയറായി സഹോദരിക്ക് മനസ്സിലായി കാണും. സഹോദരിയെ നോക്കുന്ന ഡോക്ടറോ അവരുടെ അസിസ്റ്റൻറ്റുമാരോ മാത്രമേ സഹോദരിയുടെ ഹസ്ബൻഡിനെ നോക്കാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പേഷ്യൻറ്റിനെ കുറയ്ക്കാൻ പറ്റും? ഞാൻ പറയുന്നത് വളരെ വിഷമിച്ച് പറയുവാണ്. നായ പെറ്റ രീതിയിൽ കുറേ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയുകൊണ്ട് കാര്യമില്ല. പൂച്ച പ്രസവിക്കുന്ന രീതിയിൽ സുന്ദരികളായ 2 മെഡിക്കൽ കോളേജിനെ ഉണ്ടാക്കണം. അതാ ചെയ്യേണ്ടത്. കുറേ മെഡിക്കൽ കോളേജ് ഉണ്ടായി, എങ്ങും ആൻജിയോപ്ലാസ്റ്റി ഇല്ല, ആൻജിയോഗ്രാം ഇല്ല, കാത്രവും ഇല്ല, ഒന്നുമില്ല.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആളുകൾ എരച്ചു പാഞ്ഞു ഈ വരുന്നു. കാത്ത് ലാബുകളുടെ എണ്ണം ജില്ലകൾ തോറും ഉണ്ടായി എന്നുള്ള അവകാശവാദം നിയമസഭയിൽ പറഞ്ഞതാണ്. ഒരിക്കലുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ കൊല്ലത്തുള്ളൊരു പേഷ്യന്റ് നാഷണൽ ഹൈവേ വഴി വന്ന് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരേണ്ട കാര്യമില്ലല്ലോ. പാരിപ്പള്ളിയിൽ നിന്ന് ഉള്ളിലോട്ട് കയറിയ 2 കിലോമീറ്റർ ചെല്ലുമ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആണല്ലോ. അവിടെ കയറാൻ എന്താ? അവിടെ ഈ സിസ്റ്റം ഇല്ല, അവിടെ ഡോക്ടർമാരില്ല, അവിടെ യാതൊരു ഉപകരണങ്ങളുമില്ല. ഇതെല്ലാം അവിടെ തയ്യാറാക്കി വെച്ചാൽ കൊല്ലത്തുന്ന ആളുകൾക്ക് എളുപ്പമില്ല അവിടെ പാൻ. ഇത് കൊല്ലം ജില്ലയിൽ ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന പേഷ്യൻറ്റിൽ 60% പേരും കൊല്ലം ജില്ലക്കാരാണ്. ഒരു 10% പത്തനംതിട്ട ജില്ലക്കാരാണ്. എല്ലാവരും വന്ന് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടർമാരും വളരെ പ്രഗത്ഭന്മാരായ ഡോക്ടർമാരും ഉള്ളതുകൊണ്ടാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ അപാകതകൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് എണ്ണം വർദ്ധിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? 2-ാം വാർഡിൽ ആകെപ്പാടെ ഉള്ളത് 90 ബെഡാണ്. 200ഓളം പേഷ്യൻ്റാണ് കിടക്കുന്നത്. എങ്ങനെ നോക്കും? 100 ബെഡിന് 12 നേഴ്സുമാർ വേണം. 200 പേഷ്യൻറ്റിന് 2 നേഴ്സുമാരാണ് നോക്കുന്നത്. എങ്ങനെ പേഷ്യൻറ്റിനെ നോക്കി അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും? ഇതെല്ലാം മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് ആവശ്യത്തിന് സ്റ്റാഫുകളെ നിയമിക്കുക. മെഡിക്കൽ കോളേജുകൾ ബാക്കിയുള്ള മെഡിക്കൽ കോളേജിലും ബാക്കി കോട്ടയത്തും ആലപ്പുഴയിലും എന്തായി വിഷയങ്ങൾ വരാത്തത്? പക്ഷേ കൊല്ലം ജില്ലയിലും ഈ കോന്നിയിലുമുള്ള മെഡിക്കൽ കോളേജിൽ അതിന് അത്യാവശ്യമായ ഉപകരണങ്ങളില്ല, അവിടുത്തെ ഡോക്ടർമാരില്ലാത്തതിൻ്റെ പേരില്ല. ഇത് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇതിൻ്റെ പരിഹാരം കണ്ടെത്തണം. പരിഹാരം എന്താണ്? പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കാത്ത് റൂം ശക്തിപ്പെടുത്തുക, കാത്ത് ലാബ് കൊണ്ടുവന്ന് അവിടെ ശക്തിപ്പെടുത്തുക, അവിടെ ഡോക്ടർമാരെ നിയമിക്കുക, 5-6 യൂണിറ്റ് കാർഡിയോളജി അവിടെ തുടങ്ങുക. അതുപോലെ കോന്നിയിലും വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട് വലിയ ക്വാർട്ടേഴ്സിൽ ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല. അവിടെ കാത്ത് ലാബും ഇതുപോലുള്ള ഉപകരണങ്ങളും വലിയ സെറ്റപ്പും അല്ലെങ്കിൽ ഡയാലിസിസ് റൂമുകളും ഉണ്ടാക്കി മാറ്റണം. അല്ലാതെ കുറേ കെട്ടിടങ്ങൾ കെട്ടിയിട്ടിട്ട് ഞങ്ങൾ ആ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു, ആ കോന്നി മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു, നാളെ 5 വേണമെങ്കിൽ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് യാതൊരു ഫലവുമില്ല. സിസ്റ്റം ശരിയാക്കണം. ഒറ്റ കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. അതായത് നഴ്സുമാരോട് ഈ പറയുന്ന ഡോക്ടറോട് ഒക്കെ ആവർത്തിച്ച് ഈ ആരോഗ്യ പ്രശ്നം പറഞ്ഞിട്ട് പരിഹാരം കാണാത്തത് കൊണ്ടാണ് ഒരു ഡോക്ടറാണല്ലോ എന്ന നിലയ്ക്ക് അവരൊരു സഹായം തേടിയത്. സ്വാഭാവികമായും ശരിയാണ്. അങ്ങ് പറഞ്ഞതുപോലെ സാങ്കേതികമായ പരിമിതി ഉള്ളതുകൊണ്ട് ഡോക്ടർക്ക് മരുന്ന് കുറിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അവനവൻ്റെ വേദനയാണല്ലോ അവനവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോട് ചോദിക്കും എന്നുള്ളൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന സമയത്ത് മെഡിക്കൽ കോളേജിൻ്റെ നിയമം ഒരുപക്ഷെ അവർ പരിഗണിച്ചിട്ടുണ്ടായിരിക്കില്ല. അത് സാധാരണ മനുഷ്യരല്ലേ. ശ്രീ എ കെ ഷാനിബ് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ നിയമസഭയിൽ ആരോഗ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു തുറന്ന ചർച്ചയ്ക്ക്, സംവാദത്തിന് തയ്യാറാണ് എന്നുള്ളത്. പ്രതിപക്ഷ നേതാവ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ച സമയത്താണ് അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടായത്. വിശദമായ കുറിപ്പ് ആരോഗ്യമന്ത്രി സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ കാലത്തും CPM-ൻ്റെ കാലത്തും മെഡിക്കൽ കോളേജിൻ്റെ നവീകരണവും അവിടുത്തെ ഫണ്ട് ചെലവഴിക്കലും അടക്കമുള്ള വിഹിതവും അടക്കമുള്ള കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. പക്ഷേ ഇതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണല്ലോ. അതിനൊരു പരിഹാരം കാണണ്ടേ? തീർച്ചയായും നമ്മുടെ ഈ ഒരു മരണത്തെ തുടർന്ന് ഒരു വലിയ നഷ്ടം ഈ നമുക്കൊക്കെ ഉണ്ടായിരിക്കുകയാണ്. വലിയ ദുഃഖം നമുക്കൊക്കെ ഉണ്ട്. ഈ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും പരിമിതികൾ ഇനിയും മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടോ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പരിമിതികളും പോരായ്മകളും ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കേണ്ട ഒരു ഘട്ടം തന്നെയാണ്. ആ രീതിയിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഘട്ടം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ബസന്ത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഒരു അതിവൈകാരികമായി അദ്ദേഹം പഠിച്ചു വന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറയാത്ത കാര്യങ്ങൾക്ക് വരെ അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹം പരീക്ഷയ്ക്ക് പഠിച്ചു വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാറിയതുപോലെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഏതെങ്കിലും തരത്തിൽ പറയാത്ത കാര്യങ്ങൾക്ക് കൂടി അദ്ദേഹം എന്തെല്ലാമോ ഒക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഈ ഒരു പശ്ചാത്തലത്തിൽ ജനങ്ങൾ വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്യുകയും ഒരു പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹാരം കാണണം എന്ന നിലയിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന അഭിപ്രായം. ഇപ്പൊ എന്തെങ്കിലും പരിമിതികൾ ഉണ്ട് എങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ എന്നൊരു സംശയം എങ്ങനെയാണ് ബാക്കിയാവുന്നത്? അങ്ങും ഞാനും നേരത്തെ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് അങ്ങയുടെ കൂടെ കൊടി പിടിക്കാൻ ഞാൻ ഷാനിബേ ഉത്തരവില്ലാത്തപ്പോ കൊഞ്ഞനെ കുത്തരുത്. അത് അങ്ങയുടെ പണ്ടോട്ടേ ഉള്ള പണിയാണ്. അപ്പുറത്ത് പോയെങ്കിലും അതായില്ലെങ്കിൽ ഷാനിബിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ ഏതെങ്കിലും ഈ കേരളത്തിൽ സംഭവിച്ചതല്ലെങ്കിൽ അങ്ങും ഞാൻ പ്രവർത്തിച്ചിരുന്ന പഴയ പ്രസ്ഥാനമുണ്ടല്ലോ, അങ്ങ് എന്റെ സഹപ്രവർത്തകനായിരുന്നു യൂത്ത് കോൺഗ്രസ്. അതിൽ നിന്ന് രാജിവെച്ച്
ഇത് കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുള്ള ഒരു വിഷയമാണ്. പാവപ്പെട്ട മനുഷ്യരുടെ അങ്ങേക്ക് വന്നത് പറയാനുള്ള കാര്യം പറയുകയാണെന്ന് ശ്രദ്ധിക്കുന്നില്ല. CPM-ൽ ചെന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിസ്റ്റം കൂടി ഉണ്ടോ? അങ്ങനെ ഒരു ക്ലാസ് കൊലപാതകയാണ് അല്ലെങ്കിൽ എനിക്കറിയാവുന്ന പഴയ ഗുണപരമായി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുകയില്ല. ഇല്ല, പറ്റില്ല. ഈ നിലയ്ക്ക് സംസാരിച്ചു പോകാൻ പറ്റില്ല. 6 അന്ന് ഈ ആരോഗ്യമന്ത്രി ആളെ കൊല്ലുന്ന മറുപടി പറയൂ. ഞാൻ പഠിച്ചു വന്നാണെന്ന് പറഞ്ഞ് അയാൾ മറുപടി പറയൂ. അങ്ങ് അങ്ങയുടെ ഊഴത്തിൽ മറുപടി പറയൂ. 1.5 മണിക്കൂർ അയാൾ സംസാരിച്ചല്ലോ. അപ്പൊ ഞാൻ ഇടപെട്ടില്ലല്ലോ. മറുപടി പറയൂ. അതിന് ഉത്തരം പറഞ്ഞു തന്നെ പോകുകയുള്ളൂ. അല്ല, നേരത്തെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട അങ്ങ് ഒരു പരാമർശം നടത്തി. വ്യക്തിപരമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെങ്കിൽ എല്ലാവരും ഒഴിവാക്കണം. എന്നെ വിളിച്ചത് എന്റെ ഏത് പരാമർശത്തിലാണ് ഷാനിബിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചത്? ഉണ്ട്. അല്ല, ഷാനിബിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വസന്ത്, ഒരു നിമിഷം ഇത്ര പ്രക്ഷുബ്ധനാവല്ലേ? അയാൾ എന്നെ അധിക്ഷേപിച്ചു, അപ്പോൾ ഞാൻ ഇടപെട്ടു. ഇടപെടാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതേ കോട്ടയത്ത് ഞാൻ നേരിൽ കണ്ട മനുഷ്യരുടെ കഥയാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും കോഴിക്കോടും ആലപ്പുഴയിലും നേരിട്ട് കണ്ട മനുഷ്യരുടെ വേദനയാണ്. അതാണ് സർക്കാരിന്റെ മുഖമുദ്ര, അതാണ് ഇവരുടെ സ്റ്റാൻഡ്, അതാണ് ഇവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. ജനം ആട്ടിത്തുപ്പും ഷാനിബേ, നിന്റെ അടക്കം മുഖത്ത് ജനം ആട്ടിത്തുപ്പുന്ന കാലം വരെ പോകുന്നു. ആരോഗ്യമന്ത്രി കൊലയാളിയാണെന്ന് പറഞ്ഞിരുന്നോ? അതാ ഞാൻ ചോദിച്ചത്. ആ നിരക്കുകളെല്ലാം കുറച്ചു കൊണ്ടുവന്ന് ഒരു മെച്ചപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യം മുന്നോട്ട് എന്ന മട്ടിൽ സംസാരിച്ചത്. ആരോഗ്യരംഗം മെച്ചപ്പെടണം എന്ന തരത്തിൽ ചർച്ച മുന്നോട്ട് പോകണമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാനും ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ വരും കാലത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കളയാമെന്ന് ഈ അണ്ടിപ്പരിപ്പ് കുറച്ചുകൊണ്ട് ചർച്ച നടത്തുന്ന രീതിയിൽ ആ ചർച്ച നടത്തണം എന്ന് പറയുന്നതൊക്കെ ഭയങ്കര പ്രിവിലേജ് ആവശ്യപ്പെടലാണ്. വീഴ്ച ഉണ്ടായാൽ ചൂണ്ടിക്കാണിക്കപ്പെടുക തന്നെ ചെയ്യും. രാഷ്ട്രീയമായ വീഴ്ച ഉണ്ടായിട്ടെങ്കിൽ രാഷ്ട്രീയമായ വീഴ്ച ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യും. എങ്ങനെ പറഞ്ഞു? വീഴ്ച ചൂണ്ടിക്കാണിക്കണമല്ലോ. അതുകൊണ്ടുള്ള അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞത്, അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞത്, പരിഹരിക്കേണ്ട പ്രശ്നങ്ങളെ പരിഹരിക്കുമെന്ന് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച ജോബ് അദ്ദേഹം പറഞ്ഞല്ലോ, രോഗികളുടെ ബന്ധുക്കൾ, ഗുരുതരമായ അവസ്ഥയിൽ വരുന്ന രോഗികളുടെ ബന്ധുക്കൾ ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ വഴിയും തേടും. അതിനുവേണ്ടി ഡോക്ടർമാരെ നിരന്തര സമ്മർദ്ദത്തിലാഴ്ത്തും. നിരന്തരം ഡോക്ടർമാരോട് പറയും, എൻ്റെ ആ ബന്ധു ആരാണെങ്കിൽ, അച്ഛനാണെങ്കിൽ അച്ഛൻ, ഭർത്താവാണെങ്കിൽ ഭർത്താവ്, അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു തരുന്നവർ ആവശ്യപ്പെടും. അതിൽ ആരാണ് പരാതി പറഞ്ഞത്? അതാൽ ആരാണ് പ്രശ്നം കണ്ടത്? അല്ല, അവിടെ ഒരു പരിമിതി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള പരിമിതി രോഗികൾക്ക് നേരിടേണ്ടി വരുന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പറയൂ ഇപ്പൊ വേണു എന്ന് പറയുന്ന ആ മരണപ്പെട്ട ആ മനുഷ്യന്റെ ബന്ധുക്കളായിട്ടുള്ള ഇപ്പൊ ഇവിടെ സംസാരിച്ച അവർ തന്നെ പറഞ്ഞു, രാവിലെയും ഉച്ചക്കും വൈകിട്ടും അഭിഷേക് എന്ന് പറയുന്ന ഡോക്ടർ വന്ന് നോക്കിയിരുന്നു. ആ ഡോക്ടറാണ് വന്ന് നോക്കിയിരുന്നത്. അപ്പൊ ആ ഡോക്ടറുടെ ഈ ചികിത്സാ രീതിയുമായി ബന്ധപ്പെടുത്തി അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചല്ലേ ചികിത്സിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്യൂ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോകും ഒരു ഘട്ടത്തിൽ. അല്ല, അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് കൊല്ലം മെഡിക്കൽ കോളേജിൽ നിന്ന് റഫർ ചെയ്ത് വിട്ട രോഗിയാണ്. അല്ലാതെ സിന്ധു പോയി എന്റെ ഭർത്താവിന് ആൻജിയോഗ്രാം ചെയ്യണം എന്ന് പറയുകയല്ല ഉണ്ടായത്. അല്ലെങ്കിൽ വേണു എനിക്ക് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയല്ല ചെയ്തത്. നമ്മൾ ആവശ്യപ്പെടുന്നതോ ബൈസ്റ്റാൻഡേഴ്സ് ആവശ്യപ്പെടുന്നതോ ഒന്നുമല്ല. അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണം, പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് റഫർ ചെയ്ത് അയച്ച രോഗിയാണ്. അവരോട് ബുധനാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞതും വെള്ളിയാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞതും അഭിഷേക് എന്ന് പറയുന്ന ഡോക്ടറാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വരുന്നത് രോഗിയുടെ യഥാർത്ഥ ആരോഗ്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാനും പറയാനുമാണ്. അല്ലാതെ ഇങ്ങനെ ആളുകളെ ഇട്ട് തട്ടിക്കളിക്കാനല്ല എന്നേ പറഞ്ഞുള്ളൂ ഷാനിബേ. അല്ല, അവിടെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഈ രോഗിയെ വന്ന് പരിശോധിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ.
ഞാൻ അവർ അത് പറയുന്ന അദ്ദേഹത്തിന്റെ ഓരോ ജോലിയാണ്, കാര്യങ്ങളെ ഔദാര്യമല്ല. കൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, ആ ജോലി അയാൾ ചെയ്തു എന്നാണല്ലോ പറയുന്നത്. പക്ഷെ അതിനൊപ്പം അവരോട് അടിസ്ഥാനരഹിതമായ കാര്യം പറഞ്ഞു എന്നതും അവർ പറയുന്നുണ്ട്. അങ്ങ് അതിൽ നിന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വന്നു കണ്ടു എന്ന പോസിറ്റീവ് സൈഡ് മാത്രം എടുക്കുകയാണ്. അവരോട് ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു, ശേഷം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട രോഗികളുണ്ട് എന്ന് പറഞ്ഞു, വെള്ളിയാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു, എന്നിട്ടത് ഉണ്ടായില്ല. അവസാനം ഈ രോഗിയുടെ ക്രിട്ടിക്കലായ അവസ്ഥ എന്താണെന്ന് പോലും രോഗിയോടോ ബൈസ്റ്റാൻഡറോടോ വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു മനുഷ്യൻ ഒരു പ്രശ്നവുമില്ല, അച്ഛനൊരു പ്രശ്നവുമില്ല എന്ന് ഡോക്ടർ ഉറപ്പ് നൽകിയ രോഗി പിന്നെ ഇല്ലാതെ പോവുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് അറിയാം ഇത്ര പ്രശ്നമുണ്ട് എന്നുള്ളത്, ആരോഗ്യാവസ്ഥ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെളിവ് അവശേഷിപ്പിച്ചു പോയത് എന്നുള്ളത് പറയുകയാണ്. ഈ പോസിറ്റീവ് സൈഡ് മാത്രം എടുത്ത് പരസ്യപ്പെടുത്താൻ ഇത് PRD ഒന്നും അല്ലല്ലോ ഷാനിബേ. ശിവസംസരേഖ, മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ് അതിസമ്പന്നർ പോലും സർക്കാർ ആശുപത്രിയിൽ പോകാനാണ് താല്പര്യപ്പെടുന്നത് എന്നുള്ളത്. സർക്കാർ ആശുപത്രികൾ ലോക നിലവാരത്തിലുള്ളതാണ്, ലോകം മുഴുവനും ഇങ്ങോട്ട് ഉറ്റുനോക്കുന്നതാണ് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ എന്നൊക്കെ പറയുമ്പോൾ, മുൻപ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ക്യാബിനറ്റിലെ മന്ത്രിമാരൊക്കെ, എൻ്റെ കയ്യിൽ അതിൻ്റെ പട്ടികയടക്കമുണ്ട്, എത്ര ആളുകൾ സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ചിട്ടുണ്ട്, സ്വകാര്യ ആശുപത്രികളെ ആശ്രയിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ സ്വകാര്യ ആശുപത്രികളെയാണ് നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എല്ലാവരും തന്നെ ആശ്രയിക്കുന്നത്, ഏറിയും കുറഞ്ഞുമൊക്കെ. മന്ത്രി KN ബാലഗോപാലാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ ഒരാൾ. ഏറിയും കുറഞ്ഞും ഏതാണ്ട് 90% മന്ത്രിമാരും മറ്റിടങ്ങളിലാണ് ചികിത്സ തേടുന്നത്. ഇത് ജനങ്ങൾക്ക് മാത്രം ബാധകമായ ഒന്നാണോ, അതോ ജനങ്ങൾ ലോക നിലവാരത്തിലുള്ള നമ്മുടെ സർക്കാർ സംവിധാനത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്തട്ടെ എന്നാണോ? അല്ല മാധു, നോക്കൂ, ഇന്ന് ന്യായീകരണവുമായി വന്ന മെഡിക്കൽ കോളേജിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അവരെന്താ പറഞ്ഞത്? എത്ര ചികിത്സിച്ചാലും എന്ത് കൊടുത്താലും, അതിന് പാരസിറ്റാമോൾ തൊട്ട് ഡോളോ വരെ അവരുടെ കയ്യിലുള്ള എന്തൊക്കെ കൊടുത്താലും 20% മുതൽ 30% വരെ മനുഷ്യർ മരിച്ചു പോകും, അത് സ്വാഭാവികമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മന്ത്രിമാരെ കുറ്റം പറയാൻ പറ്റില്ല, അവരിനി ആ 20%-ലെങ്കിലും പെട്ടുപോയാലോ എന്ന് പേടിച്ചാവാൻ പോകുന്നത്. അങ്ങ് പറഞ്ഞ ശരിയാണ്, KN ബാലഗോപാൽ ഒഴികെ ബാക്കി മന്ത്രിമാർ, ഞാൻ ലിസ്റ്റ് വായിക്കാമെന്നേ, എന്തിനാ തടസ്സപ്പെടുന്നത്? MP രാജേഷ് പാലക്കാട് നിന്ന് എറണാകുളത്ത് നിന്ന് അപ്പോളോ ആശുപത്രിയിലാണ് 4 തവണ ചികിത്സ നേടിയത്. ഒരിക്കൽ പോലും ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി അവിടെ നിന്ന് റെഫർ ചെയ്തിട്ടല്ല വന്നത്. മന്ത്രി പി രാജീവ് എറണാകുളത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ 5 സ്റ്റാർ ഹോസ്പിറ്റലിലെ സ്ഥിരം സന്ദർശകനാണ്. രണ്ടും ഒരുപോലെയാണ് കേട്ടോ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. മന്ത്രി ആന്റണി രാജു തിരുവനന്തപുരത്ത് ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിലും അദ്ദേഹവും എറണാകുളത്തെത്തിയാണ് ചികിത്സ തേടുന്നത്. ആ ചികിത്സയുടെ എല്ലാ പണം ഇപ്പോൾ നമ്മുടെ കൂടെ ചർച്ചയിലിരിക്കുന്ന സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ട സിന്ധു ഉണ്ടല്ലോ, ആ സിന്ധുവിന്റെ അടക്കം പോക്കറ്റിൽ നിന്ന് ഇവർ പിടിച്ചു വാങ്ങുന്ന ടാക്സ് പണത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. 2, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇനി കാത്തിരിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ സംയമനം പാലിക്കേണ്ടത്? എൻ്റെ പഴയ സഹപ്രവർത്തകൻ പറഞ്ഞു, കാത്തിരിക്കൂ, നമ്മൾ ഉടനെ തന്നെ റിപ്പോർട്ട് ഉണ്ടാവും, ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന്. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ഇനി സമയമില്ലെങ്കിൽ ഫേസ്ബുക്കിൽ അദ്ദേഹം എന്നെ ടാഗ് ചെയ്ത് കുറിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു പോയ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിലെങ്കിലും എല്ലാ തവണയും ചർച്ചകളിൽ CPM-ന്റെ പ്രതിനിധികളും ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയും പറഞ്ഞത് ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ്. ആ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളുടെ സർക്കാർ എടുത്ത ഏതെങ്കിലും ഒരു നടപടി അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ ഈ വിഷയത്തിൽ ഇന്ന നടപടി എടുത്തിട്ടുണ്ട്, അതിൽ ഇന്ന വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്ന് അങ്ങ് സൂചിപ്പിച്ചാൽ ആ പഴയ സഹപ്രവർത്തകനും ഞാനും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനം വിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കൊടി പിടിക്കാൻ ഞാൻ പോകാം. ആ ചലഞ്ച് അദ്ദേഹം ഏറ്റെടുക്കട്ടെ. 2, എന്തിനു വേണ്ടിയാണ് മാധു നമ്മൾ ഇനി കാത്തിരിക്കേണ്ടത്? ഒരു കാര്യം കൂടി, 10 സെക്കൻഡ്. ദാരിദ്ര്യ വിമുക്ത കേരളം എന്ന കേരള സർക്കാരിന്റെ പരസ്യം പോലെ ഇനി രോഗവിമുക്ത കേരളമാണ് ഇത് എന്ന പരസ്യം കൂടിയേ ഇനി കാണാനുള്ളൂ. അതിനുവേണ്ടി കാത്തിരിക്കാനേ നമുക്ക് തൽക്കാലം. ഞാൻ ഇടപെടുകയാണ്. ഈ ചികിത്സാ വീഴ്ചകളുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഹർഷിനെ വിളിക്കാറുണ്ട്. അവർ നേരിട്ട് ഏറ്റവും കൊടിയ നീതി നിഷേധത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കി പറയും. പക്ഷേ ചിലപ്പോഴൊക്കെ മടിയുമാണ്. കാരണം നമ്മുടെ സംവിധാനം അവരോടൊപ്പം ഉണ്ടാകുമെന്ന് നിരവധി തവണ നേരിട്ടും അല്ലാതെയും ഉറപ്പ് നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ഇപ്പോഴും ആ നീതി നിഷേധത്തിന്റെ വേദനയാണ് പങ്കുവെക്കാനുള്ളത് എന്നുള്ളതാണ്. ഒരു ആയുധവും ശരീരത്തിനുള്ളിൽ വെച്ചുകൊണ്ട് അതിനുശേഷം തിരുവനന്തപുരത്ത് തന്നെ സമാനമായ മറ്റൊരു കാര്യം കാണുകയുണ്ടായി. ആ കേബിൾ റിമൂവ് ചെയ്യാൻ കഴിയില്ല എന്ന് പിന്നീട് പറഞ്ഞപ്പോൾ അതും വെച്ച് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ പിന്നീട് ഉണ്ടാവുകയുണ്ടായി. അങ്ങനെ പലതും. ഇതിലൊക്കെ പ്രോപ്പറായ അന്വേഷണം, റിപ്പോർട്ട് തേടലിനും അത് വാങ്ങി വെക്കുന്നതിനും അപ്പുറത്ത് പ്രോപ്പറായ ഒരു അന്വേഷണം, നടപടി ഉണ്ടാവുക എന്ന് പറയുന്നത് മാത്രമാണ്. പക്ഷെ അങ്ങനെ നടപടി എടുക്കാൻ പോകുമ്പോൾ ആവശ്യമായ ആരോഗ്യ സംവിധാനങ്ങൾ മെഡിക്കൽ കോളേജുകളിലടക്കം, തസ്തികയുമൊക്കെയായി ബന്ധപ്പെട്ട് ക്യാബിനറ്റിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായി എന്ന വാർത്തകൾ വരികയാണ്. തസ്തിക ആവശ്യപ്പെടുന്നുണ്ട് ആരോഗ്യമന്ത്രി, പക്ഷേ അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിൽ പരിഗണിക്കേണ്ടതും പരിഹരിക്കേണ്ടതുമാണ് എന്നൊന്നുകൂടി സംവിധാനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.